വെളിപ്പാടെന്ന് പറഞ്ഞാൽ അപ്പോക്കാലിപ്സിസ്, എസ്കറ്റോസ്, മറനീക്കുക എന്നാണല്ലോ. ആ കാലങ്ങളിൽ ഏഷ്യ മൈനറിൽ കിടന്നിരുന്ന 7 സഭകളെ മുൻനിർത്തിക്കൊണ്ട് ഭാവിയിൽ ദൈവത്തിൻ്റെ സഭ കടന്നു പോകുന്നത് ഇരിക്കുന്നു. അതിൽ ഈ പുസ്തകത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, സർദിസിൽ നിന്ന് ലവോദിക്കിലേക്ക് പോകുന്ന രാജപാതയിൽ ആണത്രേ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലം. ഭൂമിശാസ്ത്രപരമായി 2-3 വാചകങ്ങൾ പറഞ്ഞ് നമുക്കവിടുന്ന് പിൻവാങ്ങാം. മുന്തിരി നന്നായിട്ട് വിളവെടുക്കുന്ന, കായ്ക്കുന്ന ഒരു സ്ഥലമാണ് ഫിലദൽഫിയ. ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന അപകടകരമായ ഒരു ചരിത്രം അതിനുണ്ട്. റോമൻ കൈസർ വരെ ആരാധിച്ചിരുന്ന പിൽക്കാല ചരിത്രവും അതിനുണ്ട്. അന്ന് കണ്ട സഭകളുടെ നാമധേയക്കൂട്ടങ്ങൾ അല്ലാതെ കാര്യമായി ഇന്നത്തെ ദൈവസഭകൾ അവിടെ കാണുക വളരെ പ്രയാസമാണ്. അതിൻ്റെ തൊട്ടുമുകളിലുള്ള ആ ഒരു പാരഗ്രാഫ് മുഴുവൻ ഓരോ വാക്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യം, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ ഉള്ളവരൊക്കെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാൻ പോകുന്ന ഒരു പരീക്ഷാകാലം. ആ പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യും? കാക്കും. സത്യത്തിൽ അങ്ങനെ കാത്തത് കൊണ്ടാണല്ലോ ഇന്ന് രാത്രി നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്ത് ഇനിയും ചിലത് വരാൻ പോകുന്നു എന്ന ഇന്നത്തെ പത്രവാർത്തകൾ കൂടെ ചേർത്ത് വെക്കുമ്പോൾ വരാൻ പോകുന്ന പരീക്ഷാകാലത്തിൽ നിന്നും നമ്മെ കാക്കും എന്ന് ഉറപ്പ് തന്ന ദൈവത്തിൽ ഒന്നുകൂടി ആശ്രയിക്കാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ വാക്യങ്ങൾ സർവ്വസാധാരണമായി ആളുകൾ എടുക്കുന്നത്, കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ പ്രബലമായ ധാരാളം മെസ്സേജുകൾ, 30-ൽ പരം മെസ്സേജുകൾ ഞാൻ പുറത്തിറക്കി. എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ 25 മെസ്സേജുകൾ പുറത്തിറക്കി. പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ എന്ന് പറയുന്ന എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന പുസ്തകം, IM-ലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞു. ജനുവരി 25-ന് നിലമ്പൂരിൽ വെച്ച് അത് പ്രകാശനം ചെയ്യുകയാണ്. 385 പേജുള്ള ഒരു വലിയ പുസ്തകം. അപ്പോൾ ഈ വാക്യങ്ങൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഈ വാക്യങ്ങൾ എപ്പോഴാണെങ്കിലും എടുക്കണമെന്ന് അറിയാമോ? യെശയ്യാവിൻ്റെ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ആ വാക്യവും ഈ വാക്യവുമൊക്കെ ആളുകൾ എപ്പോഴാണ് എടുക്കുന്നതെന്നറിയാമോ? സഭ മഹാപീഡന കാലഘട്ടത്തിന് മുൻപാണോ എടുക്കപ്പെടുന്നത്, അതിന് ശേഷമാണോ എടുക്കപ്പെടുന്നത്? ഈ വിഷയം ചിന്തിക്കാനും പഠിക്കാനും ഒക്കെയാണ് ആളുകൾ ഈ വാക്യങ്ങൾ എടുക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോവിഡ് കാലഘട്ടത്തിന് മുൻപും ഒരു 3-4 വർഷവും ഇപ്പോഴത്തെ എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു 6-7 കൊല്ലമായി ഈ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട്. എന്നെയും വിളിക്കാറുണ്ട് ആളുകൾ, ഈ സംവാദത്തിലൊന്ന് ചേരാമോ? സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകുമോ ഇല്ലയോ? ഞാൻ പോകാറില്ല. കാരണം വിളിക്കുന്നവർക്കൊരു ധൈര്യമുണ്ട്, ഞാൻ ഏതാണ്ടൊക്കെ പറയുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഈ വിഷയം സംബന്ധിച്ചൊരു അറിവുണ്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യം എനിക്കല്ലേ അറിയൂ. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ 2 സംവാദങ്ങൾ നടത്തി എൻ്റെ ചെറുപ്രായത്തിൽ. സഭക്കാരുടെ പേരൊന്നും പറയുന്നില്ല, ആവേശം മൂത്ത് എന്ന് പറയുന്നതിനേക്കാൾ ആക്രാന്തം മൂത്ത് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവരെ തോൽപ്പിച്ചിട്ടേ ഉള്ളതെന്നും പറഞ്ഞ് 2 സംവാദങ്ങൾ സംഘടിപ്പിച്ചു, തോൽപ്പിച്ചു. വളരെ മാന്യമായിട്ടും അന്തസ്സായിട്ടും 2 പ്രാവശ്യവും തോൽപ്പിച്ചു. പക്ഷെ ഞാൻ അവരെയല്ല, അവരെ എന്നെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സംവാദങ്ങൾ ചെന്ന് വിടാനുള്ള യാതൊരു ശേഷിയും എനിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള അപകടത്തിൽ ചെന്ന് ചാടാറില്ല. എന്നാലും എൻ്റെ സമകാലീന പ്രഭാഷകരും അത്യുജ്വല വാഗ്മിയുമായിട്ടുള്ള അനേക ദൈവദാസന്മാർ ഈ വിഷയം നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പെന്തക്കോസ്തിൻ്റെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിഷയം സംബന്ധിച്ച് എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, മഹാപീഡനത്തിൽ കൂടി സഭ കടന്നു പോകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് ഒന്ന് പറയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ 2 വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. എൻ്റെ ഒരു വിശ്വാസം മഹാപീഠത്തിൽ കൂടി സഭ കടന്നു പോവുകയില്ല എന്നാണ്. അതിന് മുൻപ് സഭ എടുക്കപ്പെടും എന്നുള്ളതാണ്.
ഇനി അത് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന് ഈ വാശി പിടിക്കുന്നവരോട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് ആ ഭാഗത്ത് വിടാം. പണ്ടൊരു ബൈബിൾ കോളേജിൽ ഞാൻ ഇത് സംബന്ധിച്ച് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. പ്രബന്ധത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് ശേഷം ഉച്ചകഴിഞ്ഞ് 3:30 എൻ്റെ പ്രബന്ധം വിജയിച്ചു. സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോവുകയില്ലെന്ന് സ്ഥാപിച്ച് അതിൻ്റെ മോഡറേറ്റർ നിറഞ്ഞ ഹർഷാരവങ്ങളോടെ എനിക്ക് ഒരു കിങ് ജെയിംസ് വേർഷൻ്റെ ബൈബിൾ ഗിഫ്റ്റായിട്ട് തരേണ്ടതിന് വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞങ്ങളെ മരിച്ചുപോയ ഒരപ്പച്ചനുണ്ട്, പേര് പറയുന്നത് മരിച്ചൊക്കെ പോയല്ലോ എന്ന് കരുതിയ ചെറിയാനപ്പച്ചൻ പുറകിത് പറഞ്ഞു, ജോയി പാറയ്ക്കലേ, കൈയടിച്ചാണ് വിളിച്ചത്. സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് വെക്കോ, വെറുതെ കിട്ടുന്ന സാധനമല്ലേ, മേടിച്ചുകൊണ്ട് വെക്കോ. പക്ഷേ താനല്ല ആര് പറഞ്ഞാലും സഭ മഹാപീഠത്തിൽ കൂടി കടന്നു പോകും. ഞാൻ പറഞ്ഞു, അത്യാവശ്യം 5-6 ചോദ്യങ്ങൾ ചോദിച്ചു, മറുപടി പറഞ്ഞു. മനസ്സിൽ ഒരു കാര്യം ഊറി ഉറച്ചാൽ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഒന്നാമത് 40 കഴിഞ്ഞവരെ തിരുത്താനേ പറ്റില്ല, അപ്പോൾ പിന്നെ 60 കഴിഞ്ഞവരുടെ കാര്യം പറയാമോ? എന്തായാലും ഞങ്ങളുടെ ഈ അംഗം ആരംഭിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ ബുദ്ധിമാനായ മോഡറേറ്റർ എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾക്കിനി ഒരു അംഗത്തിൻ്റെ ബാല്യമുണ്ടെന്ന് നിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു, ആളുകൾ പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു, ബൈബിളിൻ്റെ സിബ് ഇട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പണ്ട് കാലത്തൊക്കെ യോഗം നിർത്തണം എന്നാവശ്യപ്പെടുന്നവർ കോട്ടുവായിട്ടുകൊണ്ട് ഹല്ലേലൂയ പറയുന്നതായിരുന്നു അന്നത്തെ ഒരു രീതി. കുറച്ചും കൂടെ പുരോഗമിച്ചപ്പോൾ അവർ വാച്ച് കിട്ടിയ കൈ കൊണ്ട് ഹല്ലേലൂയ പറയുന്നതായിരുന്നു പിന്നത്തെ രീതി. ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നപ്പം ബൈബിൾ ഇങ്ങനെ പൊക്കി സിബിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ മതി പ്രസംഗിച്ചത്, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ അടയ്ക്കുന്നു എന്നാണ്. അപ്പോൾ ഈ സ്റ്റിക്കറിലൊക്കെ കാണുമ്പോൾ നമ്മൾ അതനുസരിച്ച് വേണമല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകൾ ബൈബിളിൽ സിബിട്ട് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു കോംപ്രമൈസിൽ എത്തിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നെ സിസ്റ്റമാറ്റിക് തിയോളജി പഠിപ്പിച്ച അധ്യാപകനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം, ചെറിയാനപ്പച്ചനോ ഞാനും അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്മിൽ അംഗം വേണ്ട. ജോയി പാറയ്ക്കൽ, താങ്കൾ മഹാപീഡന കാലത്തിന് മുമ്പ് കർത്താവിൻ്റെ അടുക്കൽ പൊക്കോളൂ. അപ്പോൾ ചെറിയാനപ്പച്ചൻ നോക്കി പറഞ്ഞു, താങ്കൾ അത് കഴിഞ്ഞ് വന്നാൽ മതി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാതെ എൻ്റെ കാര്യം ജോയി പാറയ്ക്കൽ പോണ കാര്യം അങ്ങേരും കർത്താവും തമ്മിലല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങളെന്തിനാണ് മറ്റുള്ളവൻ്റെ കാര്യം, നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രൗഢഗംഭീരമായ ഒരു ഉത്തരം പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് അല്പം ചിരി ഉണർത്തിയെങ്കിലും എനിക്കത് നന്നായിട്ട് ബോധിച്ചു. ഞാനിപ്പോൾ ആ മറുപടി പറഞ്ഞാണ് ഈ വിഷയത്തെ തല ഊരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോവിഡ് വന്നിട്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റാതെ പേടിച്ച് അരണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അടുത്ത് വരുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് എന്തോരം വിളിക്കുന്നത്, പ്രാർത്ഥിക്കണേ പറയുന്നു. അപ്പോൾ ഒരു രോഗത്തിൻ്റെ വൈറസിനെ എതിർക്കാൻ നമ്മളെക്കൊണ്ട് പറ്റാത്ത കാലഘട്ടത്തിൽ സഭ എടുക്കപ്പെട്ട ശേഷം ഇവിടെ നടക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തെ 7 വർഷത്തെ 2ആയിട്ട് തിരിച്ചത് രണ്ടാമത്തെ പകുതിയായ 3.5 കൊല്ലത്തിനിടയിൽ സ്വർഗത്തിലെ ദൈവം അയക്കുന്ന 60 ബാധകളെ നെഞ്ചും നെറ്റിയും പിടിച്ച് ഞങ്ങൾ പടക്കളത്തിൽ നിൽക്കുന്ന പടയാളികളെ പോലെ നേരിട്ടോളാം എന്ന് പറയുന്ന ആ ഒരു ചങ്കുറ്റമുണ്ടല്ലോ, അതിന് അഭിനന്ദനങ്ങൾ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുകയില്ല, എനിക്കതിനുള്ള വിശ്വാസവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കർത്താവേ, അതിന് മുൻപ് ഈ കുറുപ്രാവിനെ നിൻ്റെ ഇണപ്രാവിൻ്റെ അടുക്കൽ ചേർക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി അത് കഴിഞ്ഞേ വരുന്നുള്ളൂ എന്ന് വാശിയുള്ളവരോട് ഞാൻ പറയുന്നത്, ഒരു വഴക്കും എനിക്കില്ല, നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ മതി, വിധിയുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാം എന്ന് വിനയത്തോടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ഈ ട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ വളരെ ആഘോഷമായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഞാൻ അന്നൊക്കെ പഠിച്ചൊരു വചനമുണ്ട്, യെരുശലേമിലും യഹൂദ്യയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം. അതൊന്ന് പ്രായോഗികമാക്കണം എന്നെനിക്ക് തോന്നി. സാധാരണ ആളുകൾ അങ്ങനല്ലല്ലോ, ഭൂമിയുടെ അറ്റത്തോളം പോവുക എന്നുള്ളതാണ് ആവേശം. എന്നിട്ട് ചാകാൻ നേരത്തെ സ്വന്തം നാട്ടിലേക്ക് പെട്ടി എടുപ്പിക്കാനായിട്ട് വരിക എന്നുള്ളതാണ് പലരും ചെയ്യുന്നത്. ഞാൻ തിരിച്ചിട്ട് നോക്കി, എൻ്റെ എറണാകുളം ജില്ലയിൽ ആദ്യം സുവിശേഷം അറിയിക്കാം. ഒരു ഹെർക്കുലീസ് സൈക്കിൾ കിട്ടി. അങ്ങനെ എറണാകുളം ജില്ലയിലുള്ള എല്ലാ കവലകളിലും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് പ്രഭാഷണ വേദിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഈ ചെങ്ങന്നൂർ കോടുകുളഞ്ഞിയിലുള്ള ഹിൽട്ടൺ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിലാണ് അന്നത്തെ കാലത്ത് ഞാൻ പഠിച്ചത്. ഇവിടെ നിന്നും വേദപുസ്തകത്തിലെ മഹൽ സത്യങ്ങൾ എന്ന പുസ്തകം ചെങ്ങന്നൂർ കൊണ്ടുപോയി അവിടുന്ന് KSRTC ബസ്സിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അവിടുന്ന് പെരുമ്പാവൂർ കൊണ്ടുവന്ന് ഇറക്കി അവിടെ ഒരു ഓഫീസിൽ എടുത്തു വെച്ച ശേഷം ഹെർക്കുലീസ് സൈക്കിളിൻ്റെ പിറകിൽ ലോഡ് കണക്കിന് കൊണ്ടുപോയി ആ പുസ്തകം വിറ്റാണ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാൻ ജീവിച്ചതും ഭക്ഷണം കഴിച്ചതും. ഇവിടുന്ന് 50 പൈസ കൊടുത്താൽ മതി, അത് 2 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 1.5 രൂപ ലാഭം കിട്ടും. അതായിരുന്നു വർഷങ്ങളോളം എൻ്റെ ഉപജീവന മാർഗം പോലും അതായിരുന്നു.
അപ്പോൾ അങ്ങനെ ഞാൻ എറണാകുളം ജില്ല കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, നല്ല പരിപാടിയാണല്ലോ, ട്രാക്ട് കൊടുക്കണമല്ലോ. അങ്ങനെ കേരളത്തിലേക്ക് ഞാൻ തിരിഞ്ഞു. 465 സിറ്റികളിൽ, ചെങ്ങന്നൂരൊക്കെ അടക്കമുള്ള 465 സിറ്റികളിൽ ഈ 2 കാലുകൊണ്ട് നടക്കാനും ഈ 2 കൈ കൊണ്ട് ട്രാക്ട് കൊടുക്കാനും ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ ദക്ഷിണേന്ത്യ ആയിക്കോട്ടെ. അങ്ങനെ കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഇപ്പോഴത്തെ തെലുങ്കാനയും പിടിച്ചടക്കി. അപ്പോൾ ചിന്തിച്ചു, എന്നാൽ പിന്നെ നോർത്ത് ഇന്ത്യ ആയിക്കോട്ടെ. കഴിഞ്ഞ മാസം മണിപ്പൂരും ത്രിപുരയും മിസോറാമും നവംബർ 10 മുതൽ 24 വരെ പോയിരിക്കുകയായിരുന്നു. അതോടെ ഉൾപ്പെടുമ്പോൾ സിക്കിം ഒഴികെയുള്ള 28 സംസ്ഥാനങ്ങളിൽ പോകാനും അവിടെ എല്ലാം ട്രാക്ട് കൊടുക്കാനും സുവിശേഷം പറയാനും ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. എൻ്റെ കണക്കെടുപ്പിൽ വലിയ തെറ്റില്ല, ഒരു 10.5 ലക്ഷം ആളുകളുടെ കയ്യിൽ ട്രാക്ട് കൊടുക്കാൻ ഈ ബലഹീന കരത്തെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ട്രാക്ട് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ട്രാക്ട് കണ്ണിൽപ്പെട്ടിട്ടുണ്ട്, അപകട സൂചനകളെ അവഗണിക്കരുത്. ഈ ലൈസൻസിലൊക്കെ ചെല്ലുമ്പം ബാനറിൽ കൊടുത്തിരിക്കുന്ന, ഫ്ലക്സിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണത്. അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അപകടത്തിൽ ചാടും. അത്രയേ ഉള്ളൂ ഇതിനകത്തെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കോവിഡ് പോലത്തെ മാറാരോഗങ്ങൾ ലോകത്തിലേക്ക് വന്നു, വ്യാധികൾ ലോകത്തിലേക്ക് വന്നു. ഇതെല്ലാം ഒരു മുന്നറിയിപ്പല്ലേ വാസ്തവത്തിൽ? എന്തിൻ്റെ മുന്നറിയിപ്പാണ് എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെയുള്ള മാരകമായ അവസ്ഥകൾ, ഇപ്പോൾ വരാൻ പോകുന്ന രോഗത്തിൻ്റെ വൈറസ് അടക്കം മറ്റതിനേക്കാൾ 7 മടങ്ങ് വ്യാപനം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം എന്തിൻ്റെ മുന്നറിയിപ്പാണ് വെച്ചാൽ, ഒന്ന്, നമുക്കിങ്ങനെയുള്ള മഹാവ്യാധികളൊക്കെ ലോകത്തിൽ വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ 4 കൂട്ടരെ ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം ഈ വരുന്ന മഹാവ്യാധികൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്നും കൂടെ പറഞ്ഞ് 9 മണിക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കും. 9 മണിക്ക് ചില മിനിറ്റുകൾ മുൻപ് അവസാനിപ്പിക്കുമ്പോൾ സയൻസ് സിംഗേഴ്സ്, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം സംബന്ധിച്ചുള്ള വളരെ മനോഹരമായ പാട്ടായിരുന്നു അത്, അല്ലേ? സിയോൻ സഞ്ചാരികളെ. ഞാൻ ഇവരെ അകം കൊണ്ട് ബഹുമാനിക്കുന്ന, ഇങ്ങനെ ഓരോ ടീമിനെ കാണുമ്പോൾ ഓരോന്ന് പറയുക എന്നുള്ളൊരു ശീലമൊന്നുമല്ല. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എപ്പോൾ ഇവരെ കണ്ടാലും മൊത്തം പഴയ പാട്ടാണ്. ശരിയല്ലേ? വളരെ അപൂർവമായിട്ട് പുതിയ പാട്ടുകൾ, ഇപ്പോഴത്തെ സോഡാക്കുപ്പി പാട്ടുകൾ അവരധികം പാടാറില്ല. മിക്കവാറും പഴയ പാട്ടുകൾ ഇങ്ങനെ പാടി ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതിനൊന്നും 7 അയൽപ്പക്കത്തൊരു പാട്ടും എത്തത്തില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ആ യൂതർത്തൻ രാഷ്ട്രം പുതുക്കിയിടുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇസ്രായേലിനെ കുറിച്ച് 3 ചാപ്റ്റർ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ തുടിക്കുകയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് പ്രവേശിച്ചതാണ്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു സെലക്ഷൻ. ഏതെങ്കിലും ഒരു പ്രത്യാശാ ഗാനം, ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ട്. ഏതായാലും ദർബാർ രാഗത്തിലുള്ള ഒരു പാട്ടുണ്ടല്ലോ, എനിക്കെൻ്റെ യേശുവിന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ രാജാക്കന്മാർ ഇരുന്ന് പാട്ടാസ്വദിച്ച് പാടുന്ന രാഗമാണ് ഈ രാഗം. അപ്പോൾ ആ രാഗത്തിലുള്ള പാട്ടൊക്കെ പാടിയാൽ നമുക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. എന്തെങ്കിലും ആകട്ടെ, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു. ഒരു പ്രത്യാശാ ഗാനം പാടി ഇന്ന് രാത്രി നമ്മൾ പിരിയും. ഇങ്ങനെയുള്ള മാരകമായ സംഭവങ്ങൾ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ള ഒന്നാമത്തെ മുന്നറിയിപ്പ് മെഡിക്കൽ സയൻസാണ്. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ജാഗ്രത വേണം, നമ്മൾ സൂക്ഷിച്ചില്ല. രണ്ടാമത്തെ മുന്നറിയിപ്പ് ചരിത്രമാണ്. ചരിത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും, കെയർഫുൾ, നമ്മൾ സൂക്ഷിച്ചില്ല. മൂന്നാമത്തേത് ഇതിഹാസ പുരുഷന്മാർ എന്ന് വിവക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ദാർശനികന്മാർ എന്ന് വിലയിരുത്തുന്ന ഒത്തിരി ആളുകളുടെ മനസ്സിൽ ചേക്കേറിയിട്ടുള്ള ചില ആളുകളുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്തിൽ നടക്കുമെന്ന്. പക്ഷെ നമ്മൾ ഗൗനിച്ചില്ല. 4, നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ സുവിശേഷ പ്രഭാഷകന്മാർ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഈ ലോകം അധികം നാൾ മുന്നോട്ട് പോവില്ല, ഇങ്ങനെയുള്ള വ്യാധികളൊക്കെ ലോകത്തിൽ വരും. അതൊക്കെ പെന്തക്കോസിൻ്റെ ഒരു ഉന്തും തള്ളുമായിട്ടേ ആളുകൾ കണ്ടുള്ളൂ, അതും അംഗീകരിച്ചില്ല. ഈ 4 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം 5ാമത്തെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള മഹാവ്യാധികൾ ലോകത്തിൽ വരുമ്പോൾ മനസ്സിലാക്കണം, ഇതിലൂടെ ഒരാൾക്ക് ഇവിടെ കയറി വരേണ്ടതുണ്ട്, സഭ ഇവിടുന്ന് പോകേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ രാത്രി മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കുന്നത്. 1ാമത്തതിലേക്ക് വരാം. ഇതൊക്കെ നാട്ടുകാരും ശ്രദ്ധിക്കണേ. ഏതായാലും 7:30 8 മണിക്കൊന്നും കിടന്നുറങ്ങത്തില്ലല്ലോ. ചുരുങ്ങിയ പക്ഷം യോഗത്തിൽ ആരൊക്കെ വരുന്നുണ്ട് എന്നെങ്കിലും അറിയാൻ വീടിൻ്റെ കോലായിൽ ഒരു കസേരയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളാം കുറച്ച് കാര്യങ്ങളൊക്കെ. 1ാമത്തെ കാര്യം, മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെയുള്ള മാരകമായ വിപത്തുകളൊക്കെ വരുമെന്ന്. പണ്ടുകാലത്ത് ഇത്രയും പുത്തൻ വിനിമയുടെ
ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ആധുനിക കാലഘട്ടത്തിൻ്റെ യന്ത്രമനുഷ്യനൊന്നും ഉണ്ടാകാതിരുന്ന ശിലായുഗത്തിൻ്റെ കാളവണ്ടി യുഗത്തിൻ്റെ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്നൊക്കെ വലിയ ഹോണൊക്കെ കെട്ടിവെച്ച് സർക്കാർ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യും. എന്താണ്, വെള്ളം കമഴ്ത്തി കള്ളം ചിരട്ടയിൽ വെള്ളം കിടക്കരുത്, അങ്ങനെ വരും, ഇങ്ങനെ മന്തൊക്കെ വരുന്ന സമയത്ത്, മലേറിയ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റുകൾ പറയുമായിരുന്നു, മുന്നറിയിപ്പുകൾ നൽകുമായിരുന്നു. മെഡിക്കൽ സയൻസിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർ ചെയ്ത സേവനങ്ങൾക്ക് പോലീസുകാരും സാമൂഹ്യ പ്രവർത്തകരും അംഗൻവാടി ടീച്ചർ മുതൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനായിട്ട് പറ്റില്ല. ഒത്തിരി സഭകളും അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുകയാണ്. ആ സമയത്തൊക്കെ ജീവൻ വെടിഞ്ഞ ധാരാളം മാലാഖമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേഴ്സുമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നു, അല്ല നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓരോരോ രോഗങ്ങളാണ് ഓരോരോ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പനി എന്ന് പറയുന്ന ആ രോഗത്തിൻ്റെ പ്രത്യേകത, പണ്ട് കാലത്തൊക്കെ നമ്മൾ പനി എന്നും പറഞ്ഞ രോഗമില്ല. മറ്റേതെങ്കിലും രോഗം വരുന്നതിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് ആര് വരുന്നത്? പനി വരുന്നത്. അതുകൊണ്ട് ആശുപത്രി ചെന്നാൽ പാരസെറ്റമോളേ ഉള്ളൂ. നമ്മളിനി അവിടെ എന്തെല്ലാം പറഞ്ഞ് നെഞ്ചുവേദനയുമായിട്ട് ബെഞ്ചിനകത്ത് 5 പേര് ഡോക്ടറോട് ഏതെല്ലാം ആവലാതി പറഞ്ഞാലും അദ്ദേഹം സ്റ്റെതസ്കോപ്പ് വെച്ച് ഞെക്കി നോക്കിയാലും കൈത്തണ്ടി പിടിച്ചാലും കണ്ണു പിടിച്ച് നോക്കി ടോർച്ച് അടിച്ച് നോക്കിയാലും ഗുളികയ്ക്ക് കുറിച്ച് കഴിഞ്ഞു പാരസെറ്റമോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഓരണം. പിന്നെ ചുമക്കുള്ള ചുവന്ന ജാറെല്ലാം മരുന്നുണ്ട്, അതും കൊണ്ടു ചെല്ലുന്ന കുപ്പിക്കകത്ത് നിറച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ പനി എന്ന് പറയുന്നൊരു അസുഖമേ ആയിട്ടാണ് കണ്ടിരുന്നില്ല. പക്ഷെ അതൊരു വലിയ പ്രശ്നമാണ്. ജലദോഷം ആരോടെങ്കിലും പറഞ്ഞാൽ ജലദോഷം ഒരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതൊരു അസുഖമേ അല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇന്ന് അസുഖമാണോ അത്? ആണോ എന്നോ? ഭയങ്കര അസുഖമാണ്. പനിയേക്കാൾ പേടി ജലദോഷത്തിനാണ്. ഇന്നാളെ ഒരാൾ KSRTC ബസ് സ്റ്റാൻഡിൽ ഓടിക്കയറാൻ വേണ്ടി ചെല്ലുന്നു. അപ്പോൾ ഭയങ്കര തിരക്ക്. ആ പുള്ളി ഒരൊറ്റ തുമ്മൽ എന്നും പറഞ്ഞു എല്ലാവരും മാറിപ്പോയി. കാരണം ഈ കോവിഡ് ആണെന്ന് പേടിച്ചിട്ടേ പുള്ളി ഈസി ആയിട്ട് അകത്ത് കയറിപ്പോയിച്ച് പുള്ളി ഇരുന്ന് ചിരിക്കുക അവിടെ ഇരുന്നു. അപ്പം ഞാൻ കയറി കഴിച്ച് ചോദിച്ചു, അപ്പം തുമ്മിയത് ചുമ്മാ വെറുതെ ഈ തുമ്മലെ ആൾക്ക് ഇപ്പം ഭയങ്കര പേടിയാണ്. ഒരൊറ്റ തുമ്മൽ അങ്ങോട്ട് തുമ്മിപ്പോൾ ഒക്കെ അങ്ങോട്ട് മാറിപ്പോയി, ഞാൻ ഈസി ആയിട്ട് കിട്ടും. അപ്പം ഈ ജലദോഷം വലിയ പ്രശ്നമാണ്. അത് നേരെ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിയാൽ ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറും. അപ്പോൾ ഏത് രോഗത്തിൻ്റെയും മുന്നറിയിപ്പുമായി വരുന്ന കൊച്ചു കൊച്ചു രോഗങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം. നമ്മുടെ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ അടുത്തുള്ള റബ്ബർ തോട്ടത്തിൻ്റെ ഇളകി കടന്ന ചില്ലകളിൽ പരുന്തിൻ്റെ കണ്ണുമാറ്റിരിക്കുന്ന പരുന്ത് കുഞ്ഞുങ്ങളില്ലേ? ഇതുപോലെയാണ് ഈ ചുമയിലൂടെ ചെറിയ പനിയിലൂടെ ഒക്കെ മാരക രോഗങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റി വിടാൻ തക്കം പാർത്തിരിക്കുന്ന വൈറസുകൾ ലോകത്തിലുണ്ട്. ഏതെല്ലാം രോഗങ്ങൾ വകഭേദം മാറ്റിയിട്ടുണ്ട്. പണ്ട് നമുക്കിവിടെ മലേറിയ ഉണ്ടായിരുന്നു, പോളിയോ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ രാഷ്ട്രീയക്കാരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? മലേറിയ ഞങ്ങളുടെ നാട്ടിലേ ഇല്ല, ഞങ്ങൾ മലേഷ്യയിലേക്ക് അയച്ചു എന്ന് മനോരമയുടെ വാചകമേളയിൽ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു. രസികനാണ് അദ്ദേഹം. ഒന്നും മിണ്ടാത്ത പ്രതിപക്ഷ നേതാവ് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഈ കാലത്തിൽ പോളിയോ ഇല്ല, ഞങ്ങൾ പോളണ്ടിലേക്ക് വിട്ടു. ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ ഇത് രണ്ടുമൊക്കെ ഇവിടെ മലേറിയയും പോളിയോ ഒക്കെ മലപ്പുറത്തെ ഹോസ്പിറ്റലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ വാചകമേളയിൽ ഒന്നും മിണ്ടിയില്ല, മൗനമായിട്ടിരുന്നു. നമ്മൾ കണ്ട ധാരാളം രോഗങ്ങൾ പണ്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, ഈ എല്ലാ രോഗങ്ങൾക്കും ഒരു സ്റ്റേജുണ്ട്. ക്യാൻസറൊക്കെ ആണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫൈനൽ അങ്ങനെ വരികയാണ്. പക്ഷേ പനി എന്ന് പറയുന്ന ആ രോഗത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെറും നിസ്സാരമാണെന്ന് തോന്നിയാലും എല്ലാ രോഗത്തിൻ്റെയും കൂടപ്പുറപ്പായിട്ട് ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരൻ എല്ലായിടത്തുമുണ്ട്. ഒടുവിൽ പനി തല കുത്തി നിന്ന ഒരു രോഗമായിട്ട് വന്നു. അതിൻ്റെ പേരാണ് നിപ്പ എന്ന് പറയും. തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? നിപ്പ. പിന്നെ മലയാളിക്കൊരു കുഴപ്പമുണ്ട്. ഏത് അസുഖം വന്നാലും പുള്ളിയെ ബാധിക്കുകയില്ല. കാരണം പുള്ളി ഈ 14 ജില്ലകളെ 14 ഓമന പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് 14 ജില്ലയ്ക്കും ഓരോ രോഗങ്ങൾ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം എംപ്ലോയീസിൻ്റെ നാടാണ്. കൊല്ലം കശുവണ്ടി ഫാക്ടറികളുടെ ഒരു കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ആലപ്പുഴ കുട്ടനാടും വിപ്ലവത്തിൻ്റെ വിത്തും വീണ മണ്ണാണ്. കോട്ടയം അക്ഷരത്തിൻ്റെ തിരുമുറ്റമാണെങ്കിൽ ഞങ്ങളുടെ എറണാകുളം കവന്ന് വീണാൽ കാപ്പണമാണ്. തൃശ്ശൂരാണ് തറവാട്ടുകാർ. കുഞ്ഞുട്ടിക്കാരെന്നോ ചാക്കോളാസെന്നോ ആലുക്കാസെന്നോ ഒക്കെ പറയുമ്പം ഒരു 6 കാലടി പോകുന്നവരാണ്. കുന്നംകുളം പറയുകയും വേണ്ട. കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. കോഴിക്കോട് ബേക്കറിയാണ്. കണ്ണൂർ സ്പോർട്സാണ്. കാസർഗോഡ് ഗൾഫിൻ്റെ ഈറ്റില്ലമാണ്. പുൽക്കൊടി തുമ്പിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മഞ്ഞുകണങ്ങൾ കുട്ടിമുട്ടി പുഴയായി കൈവഴിയായി വന്ന് ഒഴുകുന്ന സുന്ദരമായ പനിനീര് പോലെയുള്ള ഉറവകൾ സൃഷ്ടിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നിറക്കൂട്ടാണ് ഇടുക്കിയും വയനാടും.
ഒരു സ്ഥലം പറയാൻ വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് പത്തനംതിട്ടയാണ്, മനഃപൂർവ്വം വിട്ടതാണ്. അവിടെയാണ് നമ്മുടെ ഒരു ഭാഷ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അതാണ് ആത്മീകത്തിൻ്റെ അടിത്തറ. നമ്മളിട്ടിരിക്കുന്ന പേരാണ്. അവിടെയാണ് ശബരിമല, അവിടെയാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അവിടെയാണ് ക്രിസ്തീയ സംഗമ വേദികളിൽ ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനായ മാരാമൻ കൺവെൻഷൻ. തിരുവല്ല മുതൽ കോഴഞ്ചേരി വരെ ബസ്സിന് കയറി 2 വശത്തേക്ക് നോക്കിയാൽ തലയെടുപ്പോടെ നിൽക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഏതെങ്കിലും പെന്തക്കോസുകാരുടെയോ പട്ടത്ത സഭകളുടെയോ ഹെഡ് ഓഫീസായിരിക്കും, ഒരു തർക്കവുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട AK ആന്റണിയുടെ കാലഘട്ടത്തിൽ കുടുംബ കോടതി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നു കിടക്കുന്ന ജില്ലയിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ 1ാം സ്ഥാനത്തേക്ക് വന്നത് പത്തനംതിട്ട ജില്ലയായിരുന്നു. അറിയാമോ? HIV ബാധിതരായ ആളുകളുടെ കണക്കെടുപ്പ് നടത്തിയില്ലേ? കൊല്ലം ജില്ലയിൽ 2 കുട്ടികളെ അധ്യാപകർ പഠിപ്പിക്കുവാൻ വിഷമിപ്പിക്കുവാൻ സഖാവ് VS അച്യുതാനന്ദൻ അടിയന്തരമായി പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഇടപെട്ടൊരു കേസാണ്. അപ്പം അന്വേഷിച്ചപ്പം സാംസ്കാരിക തിലകക്കുറി എന്ന് അവകാശപ്പെടുന്ന തൃശ്ശൂരാണ് ഈ ആളുകളുടെ എണ്ണം കൂടുതൽ എന്നാണ് കണ്ടെത്തിയത്. നമുക്ക് എന്താ പറ്റിയെന്നറിയാമോ? വിദ്യാഭ്യാസം ഇല്ലാത്തതല്ല പ്രശ്നം, ബൈബിൾ ഇല്ലാത്തതല്ല, ഭഗവത്ഗീത വായിക്കാൻ ആളില്ലാത്തതല്ല, സപ്താഹ യജ്ഞം നടത്താനും കൺവെൻഷൻ നടത്താനും ആളില്ലാത്തത് കൊണ്ടല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവമില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെന്താണ്? ദൈവഭയമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുവാനുള്ള ഒരവസരത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പം നിപ്പ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അത് കോഴിക്കോടുകാർക്കുള്ളതാണ്, അത് നമ്മുടെ നാട്ടിലേക്കൊന്നും വരികയില്ലെന്ന് പറഞ്ഞു. ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ അങ്ങോട്ട് വിടും. എറണാകുളം, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒറ്റ മഴയത്തെ വെള്ളം പൊങ്ങും. എറണാകുളവും നമുക്ക് കണക്കാണ്. ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കഴിയുമ്പോൾ. ഇങ്ങനെ ഉരുൾപൊട്ടൽ എവിടെയുള്ളത്? അത് പത്തനംതിട്ടയ്ക്കോ ഇടുക്കിക്കോ വയനാടിന് വിട്ടു. അപ്പോൾ പിന്നെ നമുക്കൊന്നും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ആലപ്പുഴയും ചെങ്ങന്നൂരൊക്കെ ഒന്നും വലിയ പ്രശ്നം. ചെങ്ങന്നൂരൊക്കെ വലിയ പ്രശ്നമാണ് കേട്ടോ. ചെങ്ങന്നൂരൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാറിൻ്റെ നിലവിളി ഞാനിപ്പോഴും മറന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ ജലപ്രളയം കൊണ്ട് വന്ന സമയത്തുണ്ടല്ലോ, ഒരു രാത്രി അദ്ദേഹം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു അല്ലേ? അദ്ദേഹം വീണ്ടും മന്ത്രിയാകാൻ പോവുകയാണ്, നന്നായിരിക്കട്ടെ. പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. എന്താ കാര്യം? ആറന്മുള വഴി വെള്ളം കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ചെറിയ ചെറിയ തുരുത്തുകളും ദ്വീപുകളൊക്കെ പെട്ടെന്ന് മുങ്ങിപ്പോകും. അതുകൊണ്ട് സർക്കാർ രാഷ്ട്രീയം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ അടിയന്തരമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ എൻ്റെ മണ്ഡലം വെള്ളത്തിൽ പോകുമെന്നും പറഞ്ഞ് സജി ചെറിയ ഒറ്റ നിലവിളി. ആ നിലവിളിയുടെ ഗുണമുണ്ടായി. BJP നോക്കിയില്ല, കോൺഗ്രസ് നോക്കിയില്ല, ഇടതുപക്ഷം നോക്കിയില്ല, CPI ഇല്ല, MLA എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നു. ഞങ്ങളുടെ എറണാകുളംകാരൊക്കെ 12 ബസ് ലോറിക്കകത്തോടെ വള്ളവും കെട്ടിക്കൊണ്ട് നേരെ ഇഞ്ഞിട്ട് വന്നു. ഇവിടെ വന്നിട്ടാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ അന്ന് ചെങ്ങന്നൂർ മണ്ഡലം രക്ഷപ്പെട്ടു. ആരോട് പറയാൻ? ഞാൻ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരു സ്വത്രം പറയും, ചെങ്ങന്നൂർക്കാരോട് പറഞ്ഞിട്ട് അവരാരും മിണ്ടുന്നില്ല. രക്ഷപ്പെട്ടു. അപ്പം അതിനകത്തൊരു സുവിശേഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞതറിയാമോ? ഒരു മണ്ഡലത്തെ രക്ഷിക്കുവാൻ ഒരു MLA നിലവിളിച്ചാൽ ഇടപെടാൻ ഒരു സർക്കാരുണ്ട്. അത് നമ്മൾ അനുഭവിച്ചതാണ്. ഇതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഒരു മണ്ഡലത്തെ രക്ഷിക്കുവാൻ ഒരു MLA നിലവിളിക്കുമ്പോൾ അത് മുഖാതൊരു വിടുതലുണ്ടെങ്കിൽ മുഴുവൻ ലോകത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി മലമുകളിൽ മുഴുവൻ ലോകത്തിന് വേണ്ടി ഒറ്റ നിലവിളി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടുവാൻ സ്വർഗീയ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് അയച്ച പ്രതിനിധികളാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. വരാൻ പോകുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക എന്ന സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. മെഡിക്കൽ സയൻസ് നൽകിയ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങൾ വരും. അക്വയേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നൊക്കെ വിളിക്കുമ്പം ഏതാണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ഓർഡർ ചെയ്ത പോലെ ഇരിക്കുന്നു. എയ്ഡ്സാണ് സംഭവം. ഞാനിവിടെ ദേശത്തൊരു കാര്യം പറയുകയാണ്. ഈ രോഗം വന്ന് കയറുന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു പനി 4 ദിവസം മുൻപേ ചുമ വരും, ചെറിയ ജലദോഷം വരും. 4 ദിവസം മുൻപാണ് ഇതൊക്കെ വന്ന് കയറുന്നത്. ചിക്കൻ ബോക്സ് 15 ദിവസം കഴിഞ്ഞിട്ടേ അത് പുറത്തു വരത്തുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് റെഡിയായിട്ടൊക്കെ ഒന്ന് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരത്തല്ലേ 15-ാം ദിവസം കുമളകളായിട്ട് പുറത്തോട്ട് വരും. നമ്മുടെ നാട്ടുകാർ നേരെ തിരിച്ചാണ് ചിന്തിച്ചിരിക്കുന്നത്. ഈ ചിക്കൻ ബോക്സ് വന്നവൻ കുളിക്കുന്ന സമയത്ത് 15-ാം ദിവസം ആ കുളിമുറിയുടെ വെന്റിലേറ്ററിൽ കൂടെയാണ് അടുത്ത വീട്ടിലോട്ട് പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ അടൂരുള്ള ചർച്ചകൂടിൽ സാങ്കുട്ടിച്ചാര് ഞങ്ങളുടെ ടീമൊക്കെ കൂടെ കഴിഞ്ഞ കോവിഡിന് മുൻപ് ദുബായിലും കുവൈറ്റിലുമൊക്കെ ഒരു സന്ദർശനം നടത്തി.
കുവൈറ്റിൽ ചെന്ന് അവിടെ ഞങ്ങളുടെ ഷാജി ഞാൻ പറഞ്ഞ് അവൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് പറയുന്നത്. പറഞ്ഞു പാസ്റ്റർ പറഞ്ഞോ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനല്ലേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. ഷാജിനെ ചിക്കനെ കടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ കുറച്ച് തിന്ന്. ഏതായിരുന്നാലും ഞങ്ങൾ അവിടെ നിന്ന് 34 പ്രോഗ്രാം കഴിഞ്ഞ് ദുബായി ചെന്നപ്പം എൻ്റെ തലയിൽ ഇങ്ങനെ കുരു പോലൊരു സാധനം തപ്പി നോക്കി. ചിക്കൻ ബോക്സാണെന്ന് മനസ്സിലായി. റിയ ബെന്നിച്ചാനെ വിളിച്ചു, ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് അവനെ പാക്ക് ചെയ്ത് തിരിച്ചു വിട്ടു. അവൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പേരൂർ കടയിലേക്ക് പോയി. അപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഇരിക്കും പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു ആ സെമി ക്ലാസ്സിൽ പാട്ടൊക്കെ പാടുന്ന ഷാജി എന്ത് ചിക്കൻ ബോക്സ് പിടിവിട്ടു സാർ, തിരിച്ചു വിട്ടു. അപ്പം ഞങ്ങളുടെ സാമച്ചാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾക്കാർക്കും വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഇരിക്കുന്നവർക്ക് ആർക്കും വരില്ല എന്ന് കരുതിയിരിക്കണേ അന്നു. ഷാജിയെ നിങ്ങൾ കണ്ടായിരുന്നു. കൂടെ ആരെങ്കിലും കിടന്നോ? ഞാനാ കൂടെ കിടന്നു. അപ്പോൾ പറഞ്ഞു കിടന്നു. എന്നാൽ ഈ ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ട്. എൻ്റെ പൊന്നെ പിന്നെ തപ്പാത്ത സ്ഥലമില്ല. പിന്നെ 15 ദിവസം വരുന്നില്ലല്ലോ, അത് 15 ദിവസം കഴിയണം. ഈ സാധനം അകത്ത് കയറിയാൽ അനങ്ങാതിരിക്കും. 15 ദിവസം കഴിയുമ്പോൾ ഇവൻ പുറത്ത് വരും. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരിക്കും ആർക്ക് വരും. മാർക്ക് ചെല്ലു പറഞ്ഞു എനിക്ക് ഒന്ന് വന്നതാ പിന്നെ വരികയില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. എന്തായാലും 15ാമത്തെ ദിവസം പേരൂർക്കടയിൽ ഷാജി കുളിച്ചു. അബുദാബിയിൽ എനിക്ക് പൊങ്ങി. ശ്രീലങ്കൻ്റെ കരുക്കൊക്കെ കുടിച്ച് സുഖമായിട്ട് അവിടെ ഒരു മരുന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചവിടെ ഇരുന്ന് ഞാൻ ആ ചിക്കൻ ബോക്സ് വെച്ചുകൊണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അബുദാബി IPC ചെന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അവിടുത്തെ തമ്പിച്ചാൻ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കൻ ബോക്സും വെച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത്. അദ്ദേഹം അതിൻ്റെ സ്മരണാർത്ഥം ആറന്മുള കൺവെൻഷൻ എല്ലാ വർഷവും എനിക്കൊരു ചാൻസും തരും. ഇപ്പോഴും എന്ന് പറഞ്ഞോട്ടെ 15ാം ദിവസമേ ചിക്കൻ ബോക്സ് പുറത്ത് വരും. അപ്പോൾ ഈ വൈറസ് എവിടെയുണ്ട്? ഇതിനകത്തുണ്ട്. 15 കൊല്ലം കഴിഞ്ഞ് എയ്ഡ്സ് പുറത്ത് വരും. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ല, ഡോക്ടർമാർ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് അകത്ത് കയറിയാൽ ഇവൻ വെളിപ്പെട്ട് വരാൻ ശരിക്കും 10-15 കൊല്ലമെടുക്കും. ക്യാൻസർ, എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, ഒരു തലവേദന. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു 7 ദിവസത്തിനകം ഈ അമ്മച്ചി മരിക്കും. ഒരു കുഴപ്പമില്ല അമ്മച്ചിക്ക്, നല്ല സുന്ദരിയായ അമ്മച്ചി പറഞ്ഞു എന്നാ പാസ എനിക്ക് പറ്റേ? ഞാൻ പറഞ്ഞു എന്ത് പറ്റാൻ, എന്ത് സന്തോഷം, എന്തൊരാനന്ദം, പാട്ടൊക്കെ പാടി ഞങ്ങൾ പോകുന്നു. പക്ഷേ കൃത്യം 4th സ്റ്റേജായി, തല മുഴുവൻ പഴുത്തിരിക്കുകയാണ്. അപ്പം ഈ വൈറസ് കയറിയിട്ട് എത്ര നാളായി ആർക്കറിയാം? ലക്ഷങ്ങളുടെ അപ്പുറത്തെ കൗണ്ട് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് ഇത്രയും 15,000 വരാൻ പാടുള്ളത്, 1,40,000 ആയല്ലോ. അങ്ങനെ സ്ക്രീനിൽ വെളിപ്പെടുമ്പോഴാണ് ഈ വൈറസ് നേരത്തെ കയറിയെന്നും ഇപ്പോഴാണത് മാരക രോഗിയായിട്ടിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ദൈവമക്കൾക്ക് ഒന്നുകൂടി ക്ലിയറായിട്ട് പറയാം. ഒരു 15 വർഷം കഴിഞ്ഞ് ക്യാൻസർ രോഗിയാകാൻ സാധ്യതയുള്ള ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്നിരിക്കട്ടെ, ദൈവമേ ആർക്കും ഇല്ലാതിരിക്കട്ടെ. ആ വൈറസ് എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? 1 മാംസത്തിനകത്ത്, 2 ബ്ലഡിനകത്ത്, 3 എല്ലിനകത്താണ് ഇരിക്കുന്നത്. ബോൺ ക്യാൻസറൊക്കെ നമുക്കറിയത്തില്ലേ? അതങ്ങനെ ഇരിക്കും, പമ്മി അവിടെ ഇരിക്കും. 10-15 വർഷം കഴിയുമ്പോൾ 10 കൊല്ലം അവൻ്റെ സിംറ്റം കാണിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ രോഗമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ എയ്ഡ്സ് ആണെങ്കിലും ഏത് രോഗമാണെങ്കിലും ആമാശയ ക്യാൻസറോ ഏതുമാകട്ടെ, ഇതിൻ്റെ വൈറസ് ഇരിക്കുന്ന 3 സ്ഥലങ്ങളാണ് മാംസവും രക്തവും എല്ലും. ഇത്രയും മനസ്സിലായല്ലോ? ഇനി എബ്രായ ലേഖനത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവത്തിൻ്റെ വചനം എടുക്കണ്ട നിങ്ങൾ ബാക്കി അങ്ങ് പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ വചനം ജീവനും, വാതുറന്നങ്ങ് പറയുന്നേ, ജീവനും ചൈതന്യമുള്ളത്, അടുത്ത ഇരുവാഴ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയത്, പിന്നെ ആത്മാവിനെ പ്രാണനെ, അടുത്ത വാക്ക് സന്ധിമജ്ജകളെ എന്തോ വേർപിടിക്കും വരെ തുളച്ചെന്ന് പറയുന്നേ. അതെല്ലാം വേർപിടിച്ച് നമ്മൾ ചത്തുപോകത്തില്ലയോ? മാർക്കറ്റിനകത്ത് എല്ലാം വേർപെടുത്തിയ പോത്തിൻ്റെ തല പോലെ ഇരിക്കത്തില്ലേ? അതല്ല ഈ അതിനർത്ഥം. ഈ എല്ലിനകത്ത് നിന്നെ കുടുക്കാനിരിക്കുന്ന ആ വൈറസിനെ, മജ്ജയ്ക്കകത്ത് പതുങ്ങിയിരിക്കുന്ന ആ വൈറസിനെ, ബ്ലഡിനകത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും ക്യാൻസർ വരത്തക്ക നിലയിൽ പതുങ്ങിയിരിക്കുന്ന ആ വൈറസിനെയാണ് ഈ രാത്രി ഞങ്ങൾ പറയുന്നത്. ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ബലത്തിന് വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തിയാണെന്ന്. 21 നൂറ്റാണ്ടായി ഔഷധമില്ലാതെ സൗഖ്യമാക്കുന്ന ഒരൊറ്റ ദൈവത്തെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. അത് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തുവാണെന്ന്. അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന്, നിന്റെ കുടുംബത്തെ കുടം തോണ്ടാൻ
ഇന്ന് രാത്രി നിന്റെ രക്തത്തിനകത്ത് പതിയിരിക്കുന്ന വൈറസിനെ ഒന്ന് കൈതട്ടി ആരാധിച്ചാൽ പുറത്തു പോകുമെങ്കിൽ ആ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രിയിൽ അപമാനം വരാതിരിക്കേണ്ടതിന്, ആക്ഷേപം വരാതിരിക്കേണ്ടതിന്, നിന്റെ യാഥാരം പണയപ്പെടുത്താതിരിക്കേണ്ടതിന് സൗഖ്യദായകനായ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഒരല്പസമയം കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഒരല്പസമയം, 1 മിനിറ്റ് അങ്ങ് പൊക്കോട്ടെ ദൈവമക്കളെ. 1,00,000 രൂപ ബില്ലടയ്ക്കുന്നതിന് പകരം 1 മിനിറ്റ് ആരാധിച്ചാൽ മതിയെങ്കിൽ, ആധാരം പണയം വെക്കുന്നതിന് പകരം 1 മിനിറ്റ് ഒന്ന് കൈതട്ടിയാൽ മതിയെങ്കിൽ ആ രോഗത്തിന് വിടുതലുണ്ടാകുമെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പറഞ്ഞ അവന്റെ പുത്ര യേശു രക്തത്തിന് നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയും, നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. വ്യാപരിക്കേണ്ടുന്ന കർത്താവിന്റെ ശക്തി ഗിലെയാദിലെ തൈലവുമായി ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ എന്റെ യേശു നിന്റെ മുറിവുണക്കാനുള്ള ഔഷധവുമായി ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ യോഗത്തിന് വന്നില്ലെങ്കിലും വീടിന്റെ കോലായിലിരുന്ന് നെഞ്ചത്തോട്ടൊന്ന് കൈവച്ച് യേശുവിന്റെ നാമത്തെ വിളിച്ചാൽ നിന്നെ സൗഖ്യമാക്കുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ കഴിയും എന്ന് മനസ്സിലാക്കണമെന്ന് രാത്രി. മെഡിക്കൽ സയൻസ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ ഭാഗം ഇതാണ്. ചരിത്രം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നമ്മൾ അക്ഷരാഭ്യാസമുള്ള ഒരു ജനതയാണ് അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോട്ടയത്തിൻ്റെ പ്രത്യേകത അക്ഷരത്തിൻ്റെ തിരുമുറ്റം. സാക്ഷരത ആദ്യമായിട്ട് നേടിയൊരു ഒരു ഡിസ്ട്രിക്റ്റ് എന്ന പേരൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രം അറിയാം. ചരിത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1-ാം നൂറ്റാണ്ട് മുതൽ ഉള്ള ചരിത്രമൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ സമീപകാലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾക്കറിയാമല്ലോ, 14-ാമത്തെ നൂറ്റാണ്ടിൽ ബ്ലാക്ക് ഡെത്ത് എന്നും പറഞ്ഞൊരു സംഗതി ലോകത്തിൽ വന്നു. ബ്ലാക്ക് ഡെത്ത് അല്ലേ? മലയാളത്തിൽ കരിമരണം എന്നാണ് വിളിക്കുന്നത്. 4 കോടി ആളുകളാണ് മരണപ്പെട്ടത്. അപ്പോൾ ഈ കോവിഡ് വന്നിട്ട് 4 കോടിയൊന്നും മരിച്ചിട്ടില്ല. കോടിയോളം വൈറസ് ബാധിതരായിട്ടുണ്ട്. ലക്ഷങ്ങളാണ് മരണസംഖ്യ. അപ്പോൾ ഇതിനേക്കാൾ വലിയ കൂടിയ മരണസംഖ്യയായിരുന്നു അതെങ്കിലും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ വ്യാപരിച്ച സംഗതിയല്ല ബ്ലാക്ക് ഡെത്ത്. അതുകൊണ്ടാണ് അത് അങ്ങനെ കുപ്രസിദ്ധി നേടാതിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വന്നിട്ടുള്ള വസൂരി രോഗങ്ങളെക്കുറിച്ച് അറിയില്ലേ? വസൂരിയൊക്കെ വന്ന ആളുകളെ ഒരു പുരയ്ക്കകത്താണ് പിടിച്ചിടുക. ഞാനതൊന്നും പരസ്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. കാരണം ചില ഭാഷകളൊക്കെ നമുക്ക് വിലക്കപ്പെട്ടതായതുകൊണ്ടാണ്. ആ പുരയ്ക്കകത്ത് പിടിച്ച് അവർ ചത്തുപോയി കഴിഞ്ഞാൽ ഒരു പായയ്ക്കകത്ത് കെട്ടി ഒരു കയറും കൂടെ വലിച്ചിട്ട് പുറത്തോട്ട് ഇടുകയാണ്. അവനെ കത്തിച്ച് കളയുകയാണ്. അന്ന് പള്ളിയിൽ കൊണ്ടൊന്നും കുഴിച്ചിടുകയില്ല, വേറെ വീട്ടിനകത്ത് കുഴിച്ചില്ല, കത്തിച്ച് കളയുകയാണ്. കത്തിക്കുമ്പോൾ ആ കത്തിക്കുന്ന 3-4 പേരെ കാണത്തുള്ളൂ. അങ്ങനത്തെ ഒരു വസൂരിയുടെ കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. അതേ കാലമല്ലേ ഇപ്പം വന്നിരിക്കുന്നേ. ശവസംസ്കാര ചടങ്ങിന് എത്ര പേരുണ്ടായിരുന്നു കോവിഡ് സമയത്ത്? കല്യാണത്തിന് എത്ര പേരുണ്ടായിരുന്നു? നമ്മുടെ ജനറൽ കൺവെൻഷൻ എത്ര പേരുണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ആർഭാടമില്ലാതെയും കാര്യങ്ങൾ നടത്താം എന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എന്തെല്ലാം കണ്ടുപിടിച്ചു നമ്മളല്ലേ? പലതും കണ്ടുപിടിച്ചു. പോകട്ടെ. ഇനി അങ്ങനെ 15, 16, 17 നൂറ്റാണ്ടുകൾ അനേക വിപ്ലവങ്ങൾ നടന്നില്ലേ? നടന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിലാണ് 1-ാം ലോക മഹായുദ്ധം. 1914 ആരംഭിച്ച് 18-ൽ 11-ാം മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട 1-ാം ലോക മഹായുദ്ധം. ആ നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലാണ് 2-ാം ലോക മഹായുദ്ധം. അപ്പോൾ ചരിത്രത്തിൽ ഓരോരോ മഹാസംഭവങ്ങൾ ഓരോ നൂറ്റാണ്ടിൽ നടന്നിട്ടില്ലേ? 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴേക്കും ജലപ്രളയം നമ്മൾ കണ്ടില്ലേ? 1912-ലെ വെള്ളപ്പൊക്കം, 12-ലെ വെള്ളപ്പൊക്കം. എൻ്റെ അമ്മ പറയുന്ന, ഞാൻ വെള്ളപ്പൊക്കം കണ്ടിട്ടുമില്ല, ചുമ്മാ അങ്ങനെ ചെറിയ മനസ്സിൽ തോന്നി എങ്ങനെ ഇരിക്കും ഈ വെള്ളപ്പൊക്കം. അന്നൊന്നും നമ്മുടെ ടി വിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളൊക്കെ ജനിച്ചു വരുന്ന സമയത്തൊക്കെ വളരെ അപൂർവമാണ്. കാശുള്ളവരെ വീട്ടിലെ ടി വി ഉള്ളൂ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 വെള്ളപ്പൊക്കം വന്നു. ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം കാണണമെന്നുമില്ല, ചുമ്മാ ആഗ്രഹിച്ചേ ഉള്ളൂ. 2 കണ്ടു. ഞാനാണെങ്കിൽ ആ സമയത്തൊരു വീട് അങ്കമാലിയിൽ മേടിച്ചത്, ഒരു 4 സെൻറ്റിനകത്തൊരു വീട്, ഒരു മലയുടെ മണ്ടയ്ക്കാണ്. എൻ്റെ വീട് കാണാൻ വന്നവർ എന്നോട് പറയാത്തതില്ല, ഈ പാസ് എവിടെ ചെന്നാൽ വീട് മേടിച്ചേക്കണേ, സൗകര്യമില്ലാത്തൊരു സ്ഥലത്ത് 4.25 സെൻറ്റിനകത്ത് മനുഷ്യാലും വീട് മേടിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞ് 15ാമത്തെ ദിവസമാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞതിൽ 10 പേര് താമസിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കൊടുക്കണ്ടാട്ടാ, ഈ വീട് ഇത് കൊടുക്കണ്ടാട്ടോ, ഇത്രയും നല്ല വീട് ലോകത്തിൽ. എന്തൊക്കെ ദൈവം നമ്മളെ പഠിപ്പിച്ചെന്നറിയാമോ? അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടോ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ. ഇച്ചിരി തമാശയൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, 1-2 പറഞ്ഞോട്ടെ. ആ സമയത്താണ്, തമാശ രൂപത്തിലാണെന്ന് തോന്നുന്നു, ഒരു ആൻറ്റി പറഞ്ഞു, എനിക്കൊരു ലംബോർഗിനി മേടിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാനായിട്ട് വഴിയില്ല എന്നുള്ളതാണ്. ഞാൻ അവരെ കുറ്റമൊന്നും പറയില്ല, കാരണം അവർക്കുള്ള പൈസയുണ്ട്. നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു മാതിരി ജീവിക്കുന്നത് കൊണ്ടാണ് ഒരു മാരുതിയിൽ ഒതുങ്ങി നിൽക്കുന്നത്. നമുക്ക് പൈസ ഉണ്ടായാൽ നമ്മളതിനപ്പുറത്ത് കാണിക്കുമെന്ന് വിചാരിച്ചോളൂ, അതുകൊണ്ട് അവരെ കുറ്റം പറയാനൊന്നും ഞാൻ തയ്യാറല്ല. പൈസ ഈ ലംബോർഗിനി എന്നാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് വൈറ്റില ഭാഗത്ത് ഇപ്പം അതിൻ്റെ ഷോറൂമൊക്കെ ഞാൻ ബൈക്ക് നിർത്തി എന്താണ് ഈ ചെറിയ മൂട്ട പോലേക്ക് ഈ ബോക്സ് പോലേക്ക് ഇതൊരു വണ്ടി. അപ്പോൾ ലംബോർഗിനി, അപ്പോൾ ലംബോർഗിനിയുടെ വില തന്നെ എൻ്റെ പൊന്നി. അപ്പോഴാണ് ഈ വീട്ടുമുറ്റത്ത് 12, 18 മുതൽ 22 വരെ ലംബോർഗിനി കിടക്കുന്ന ഒരാളുണ്ട് ലോകത്തിൽ, ബ്രൂണൈ സുൽത്താൻ ഉണ്ട്. ബ്രൂണൈ സുൽത്താൻ്റെ വീട്ടിൽ 10-22 ലംബോർഗിനി കിടക്കുന്നുണ്ട്. അയാളുടെ കഥ പറഞ്ഞാൽ പിന്നെ അത് പറയാനേ നേരമുണ്ടാവുള്ളൂ. അയാളുടെ വീടുമുറ്റത്തൊക്കെ ടൈലൊന്നുമില്ല, സ്വർണം പൂശിയ കല്ലുകളൊക്കെ പാകിയിരിക്കുന്നത്. അയാളുടെ വീട് മൊത്തം സ്വർണ്ണമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. വാഷ് ബേസിൻ, ക്ലോസറ്റ് എല്ലാം സ്വർണ്ണമാണെന്നാണ് ഞാൻ വായിച്ചത്. സത്യം പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അസ്വസ്ഥനായി. കാരണം ഈ ക്ലോസറ്റൊക്കെ സ്വർണ്ണമാണെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്നു. എൻ്റെ ദൈവമേ, ഇത് എങ്ങനെ സാധിക്കുന്നു ഓർത്തപ്പം ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത എനിക്ക് തോന്നി. ഇല്ല, നമുക്ക് തോന്നുന്ന കാര്യം എന്നാലും നമ്മളൊക്കെ സാധാരണക്കാരിലാകെ തോന്നിപ്പോയി. അപ്പോൾ ഏതായാലും ഈ ഒരു ലംബോർഗിനി മേടിക്കണമെന്ന് പറഞ്ഞ് ആ ആൻറ്റി ഇങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പം അങ്ങനെ ജലപ്രളയം വന്നു. ജലപ്രളയം കഴിഞ്ഞപ്പോൾ ആ ആൻറ്റി പോയ വണ്ടി നമ്മൾ കണ്ടില്ലേ, ഒരു ചെമ്പോർഗിനിക്കകത്താണ് കയറിപ്പോയത്. ഒരു ചെരുവത്തിനകത്ത്. അദ്ദേഹം വരെ തമാശയായിട്ട് അത് കയറിപ്പോയതായിരിക്കും. പക്ഷേ അതിനകത്തൊരു പാഠം നമുക്ക് കിട്ടി. എന്താണെന്നറിയാമോ? മാളിക മുകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ലംബോർഗിനി മേടിക്കണം എന്ന് ആഗ്രഹിച്ച ആൻറ്റി ചെരുവത്തിനകത്താണ് കയറിപ്പോയത്. അതിനേക്കാൾ രസം, ഒരു ചെരുവം മേടിക്കാൻ പോലും കാശില്ലാത്തൊരു ചേച്ചി ഹെലികോപ്റ്ററിനകത്താണ് കയറി ട്രിവാൻഡ്രത്തേക്ക് പോയത്. അതറിയാമോ? ആ ചേച്ചി ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ ടി വിയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കും, നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ബിഗ് സല്യൂട്ട് കൊടുത്താൽ മതി, അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തോളും. പറഞ്ഞു നിൽക്കുക, നേരമ്പെടുത്ത റബ്ബറിൻ്റെ ഇലകൾ സീൽക്കാര ശബ്ദത്തോടെ ഇളകിയാടുന്നു. മുറ്റത്തോട്ടിറങ്ങിയപ്പോൾ ഡസൻ കണക്കിന് ഹെലികോപ്റ്റർ പറക്കുന്നു. എന്നാൽ പിന്നെ ഒരു അഭിവാദ്യം ചെയ്തേക്കാമെന്ന് കരുതി പല അഭിവാദ്യം ചെയ്തപ്പോഴും ഹെലികോപ്റ്റർ കണ്ടില്ല. അപ്പം ചേച്ചി ഒരു കാര്യം ചെയ്തു, പടിഞ്ഞാറ് വശത്തിരുന്ന കോണി എടുത്ത് ചാരി വെച്ച് ചെറിയ 650 സ്ക്വയർ ഫീറ്റുള്ള എൻ്റെ വീടിൻ്റെ വാർക്കയുടെ മേലോട്ട് കയറിയിട്ട് ഒരു ബിഗ് സല്യൂട്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങാട് പോയ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വന്നു. അവരെ പല കാര്യം ചോദിച്ചു, ചേച്ചിയും പല കാര്യം പറഞ്ഞു. ഒന്നും ആർക്കും മനസ്സിലായില്ല. കാരണം ചേച്ചി നല്ല തനി മലയാളം, അവർ ഹിന്ദി. സംഭവിച്ചത് ഒടുവിൽ ഒരു കോവണി ഇങ്ങോട്ട് ഇറങ്ങി വന്നു, യാക്കോബിൻ്റെ കാലഘട്ടത്തെ പോലെ. തവളയെ പിടിച്ച് അക്കനകത്ത് ഇടുന്ന പോലെ ചേച്ചി പിടിച്ച് അക്കനകത്ത് ഇട്ട് അവർ നേരെ ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോയി. അതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ നാട്ടുകാരോട് ഞാൻ പറയാണ് കേട്ടോ, എൻ്റെ ഭാഷയെ പറയാം. ഇനി അധികം പൊങ്ങച്ച ഒന്നും കാണിച്ച് ജീവിക്കരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞ കവിശകലം മാളിക മുകൾ. അപ്പോൾ ലംബോർഗിനി മേടിക്കാൻ ആഗ്രഹിച്ച ചേച്ചി ചെരുവത്തിന് പോകുന്നു, ചെരുവം മേടിക്കാൻ കാശില്ലാത്ത ചേച്ചി ഹെലികോപ്റ്ററിനകത്ത് പോകുന്നു. പ്രളയം നമ്മെ പഠിപ്പിച്ചോ പലതും. ഒരു അച്ഛൻ എൻ്റെ വീടിനടുത്ത് വേറെ സഭക്കാരാ എന്നോട് പറയാ, യൂട്യൂബിലൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പ്രസംഗമാണല്ലോ. കിടന്നോട്ടെ, പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ട ഭാഷേ. പക്ഷെ ഒരു കാര്യം, നിങ്ങളുടെ പെന്തിക്കോസ്തുകാരുടെ ഹോളിലേക്കൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, വരില്ല. അതപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കതിനൊന്നും തോന്നില്ല. പക്ഷേ മറ്റൊരു ഭയങ്കര വാക്കുപുള്ളി പറഞ്ഞു, പാസ് ചത്തൂന്നിരിക്കട്ടെ. ഞാനേ പുള്ളിക്ക് 84 വയസ്സ്, എനിക്ക് 54. പുള്ളി പറയാ, പാസ് ചത്തൂന്നിരിക്കട്ടെ. ആയിക്കോട്ടെ, ഒരാഗ്രഹമല്ലേ ഓരോരുത്തരുടെ. എൻ്റെ ഡെഡ് ബോഡി കാണാൻ പോലും പുള്ളി എവിടേക്ക് കയറില്ല എന്ന്, സഭാഹാളിലേക്ക് കയറില്ല എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ അർത്ഥം മുറിച്ചൊക്കെ പറയാതെ കേട്ടോ.
അപ്പോഴാണ് ഈ കോവിഡും ജലപ്രളയമൊക്കെ വന്നത്. നമ്മുടെ ചാലക്കുടി പാലത്തിലൊക്കെ 11 KSRTC ഡിസ്റ്റക്കായിപ്പോയി. കൊരട്ടി അമലോത്ഭവം നിത്യമാതാ സഹായ പള്ളിയിൽ 5-6 പാസ്റ്റർമാർ കുടുങ്ങി. ഒരു പള്ളിയാന്ന് പറഞ്ഞ് കയറാതിരിക്കാൻ പറ്റുമോ? നേരം പുറത്ത് വീട്ടിൽ പോണ്ടായോ? അപ്പം ഞങ്ങളൊക്കെ അവർക്ക് കുറച്ച് കയ്യിലും കൊണ്ടും ഭക്ഷണ സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ അപ്പോൾ SNDP-കാരെ ഹോൾ തുറന്നു കൊടുത്തു, മുസ്ലിമിൻ്റെ ദേവൻ തുറന്നു കൊടുത്തു, പെന്തക്കോസ്തുകാരെ ഹോൾ തുറന്നു കൊടുത്തു. അപ്പം ഞങ്ങളുടെ പണി എന്ന് പറയുന്ന ആ സമയത്ത് യോഗമൊന്നുമില്ല, ഒക്കെ ക്യാൻസലായി. എന്നെ വിളിക്കുമ്പോഴേ ഞാൻ പറയും പാസ്റ്റേഡ്, ഞാൻ പറഞ്ഞു സാരമില്ല പാസ്റ്റർ, അറിയില്ല പറയണ്ടേ, ക്യാൻസൽ, എല്ലാം വെട്ടി. അങ്ങനെ ഞങ്ങൾ ചില സഹായങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഹോളിൽ ചെന്ന് ഞാൻ പ്രസംഗിക്കുകയാണ്. ഈ ജലപ്രളയം ലോകത്തിൻ്റെ അവസാനമല്ല. ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ജലപ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ നശിപ്പിക്കുകയില്ലെന്ന്. ഞാൻ എൻ്റെ മേഘത്തിൽ എന്നെ വെല്ലുവെക്കുന്നു. ഇനി ഭൂമിയെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ്? തീ കൊണ്ടാണ്. നമുക്കത് നാളെ പറയാം, വേറൊരു ഹോളിലും കൂടെ പോവാനുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ പറയാണ്, എന്തിനാ നാളെ ആക്കണം, ഇപ്പം തന്നെ പറഞ്ഞോ, ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, എത്ര നേരം വെള്ളം കേട്ടിരിക്കാം. പരിചയമുള്ളൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങേരാണ്. ഏതങ്ങേര്? പാസ്റ്റർ ചത്താ പോലും പെന്തിക്കോസിൻ്റെ ഹോളിൽ കയറുകയില്ല എന്ന് പറഞ്ഞ അച്ചാനുണ്ടല്ലോ, പുള്ളി പെന്തിക്കോസിൻ്റെ ഹോളിൽ ഇങ്ങനെ ഒരു മൂലക്ക് ഇരിക്കുകയാണ്. ഞങ്ങൾ കൊടുത്ത കഞ്ഞിയും കുടിച്ചുകൊണ്ട്. നിങ്ങൾക്ക് നാട്ടുകാർക്കെല്ലാം മനസ്സിലായോ? ഇനി എൻ്റെ ഭാഷയിൽ അങ്ങോട്ട് പറയാം, പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. ഒന്നുകൂടി അങ്ങോട്ട് കനപ്പിച്ച് പറഞ്ഞാൽ, പുറങ്കാലുകൊണ്ട് നീ തട്ടിക്കളയുന്ന എന്താണോ അതിനെ നിന്നെ കരങ്ങൾ കൊണ്ട് കെട്ടിപ്പിടിപ്പിക്കുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിൽ വരും. ഈ പാസ്റ്റർ, ഈ പെന്തിക്കോസുകാർ എൻ്റെ വീട്ടിനകത്ത് കയറണ്ട എന്ന് പറഞ്ഞ് പട്ടിയെ അഴിച്ചു വിടുകയോ ഗേറ്റ് പൂട്ടുകയോ ചെയ്യുക, ആ പാസ് ഒന്ന് വിളിച്ചോണ്ട് വാ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്ന കാലം നിന്റെ ജീവിതത്തിൽ വരും. വേദപുസ്തകത്തിന്റെ ദൈവവിശ്വാസീയത വിശ്വസിക്കാതെ ഇതിന്റെ പേജ് കീറി കടലയും കപ്പലണ്ടിയും പൊതിയാൻ കൊടുക്കുന്നവനെ, നിന്റെ കീറിപ്പറഞ്ഞ് നെഞ്ചത്ത് ഈ പുസ്തകം വെച്ച് അന്ത്യശ്വാസം വലിക്കുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കുന്നവർ ആ കരമൊന്ന് ചേർത്തടിച്ച് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അവൻ അരുളി ചെയ്തു, അങ്ങനെയേ സംഭവിക്കൂ. അവൻ കൽപ്പിച്ചാൽ അങ്ങനെയേ സ്ഥാപിതമാകൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഓരോ നൂറ്റാണ്ടിൽ ഓരോ സംഭവമാണെങ്കിൽ അല്ലേ ഡോക്ടർ സാറേ, അപ്പൊ ഈ നൂറ്റാണ്ടിൽ ഒരെണ്ണം വരണ്ടേ? വന്നു കോവിഡ്, അടുത്ത നൂറ്റാണ്ടിൽ ഒരെണ്ണം വരണ്ടേ? ഈ ജനസംഖ്യയൊക്കെ നശിക്കാൻ കുറച്ചൊക്കെ ഒരു വൈറസ് അല്ലേ, ഒരു പ്രളയം, ഒരു ഭൂകമ്പം, അങ്ങനെയാണ് ലോകചക്രം തിരിയുന്നത്. കുറേ ആളുകൾ ഒറ്റയടിക്ക് മാറ്റപ്പെട്ടു പോകും. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതുവരെ സംഭവിച്ചതിനേക്കാൾ ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള ഒരു പരീക്ഷാകാലം ലോകത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് വരണമെങ്കിൽ അത് വരുമ്പോൾ സംഭവിക്കുന്ന ലോകത്തിലെ മഹാത്ഭുതം എന്ന് പറയുന്ന, ഇനി ഒരു പറ്റം ആളുകൾ ഇവിടെ മരിക്കുകയല്ല ചെയ്യുന്ന, മറിച്ച് ഒരു പറ്റം ആളുകൾ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സംഭവം ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിലേക്കാണ് ഞങ്ങളുടെ പ്രസംഗം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഓരോ നൂറ്റാണ്ടിൽ ഓരോ സംഭവങ്ങളാണ്. അതൊക്കെ മുന്നറിയിപ്പാണ് മക്കളെ. ഞാൻ അടുത്ത മുന്നറിയിപ്പിലേക്ക് വരാം. മൂന്നാമത്തെ മുന്നറിയിപ്പ്, ഇതിഹാസ പുരുഷന്മാർ, ദാർശനികന്മാർ എന്ന് പറഞ്ഞാൽ അവർ പാസ്റ്റർമാരോ പെന്തിക്കോസുകാരോ ഒന്നും അല്ല കേട്ടോ. ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഈ കോവിഡ് കാലത്തൊക്കെ വന്ന ചില വാർത്തകളാണ്. ശരിയും തെറ്റും നമ്മൾ വിലയിരുത്തുക. ഞാൻ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു തെളിവിന് വേണ്ടി പറഞ്ഞാണ്. നീൽ ഗ്രാൻഡ് 1935 ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഒരു നാടകം എഴുതുവാനിടയായി. ആ നാടകത്തിൻ്റെ ഇതിവൃത്തമൊക്കെയാണ് നമ്മൾ ഈ സമയത്തൊക്കെ വായിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നാടക നിർമ്മാണ കൂടസ്ഥനായ വില്യം ഷേക്സ്പിയറുടെ നാടാണത്. ആ നാടകത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടോളാം. എന്താണ് നാടകം? ദി ലാസ്റ്റ് വാർ, അവസാനത്തെ യുദ്ധം. ആ നാടകത്തിൻ്റെ കഥ കേട്ടോളാം. ഒരു വൈറസ് ലോകത്തിലേക്ക് വരികയാണ്. ആ വൈറസ് വന്നിട്ട് ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും കൊന്നു കളഞ്ഞു, മൃഗങ്ങളെയൊന്നും കൊന്നില്ല. അപ്പം തന്നെ ഒത്തു വന്നില്ലേ കാര്യങ്ങൾ ഇല്ലേ? മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകം ഈ സാധനം ഉണ്ടാക്കിയത്. ചാഴിയും തവളയും നീർക്കോലിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. പക്ഷേ സംഗതി കൂടുവിട്ട് ഭൂതത്തെ പുറത്ത് വിട്ടതുപോലെ ആയിപ്പോയി. മനുഷ്യരെ കൊന്നൊടുക്കി, അതുങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല. ഏതായിരുന്നാലും മനുഷ്യരൊക്കെ ചത്തൊടുങ്ങി, മൃഗങ്ങൾ മാത്രമായി ശേഷിച്ച ലോകത്തിൽ ഒരു യോഗം നടക്കുകയാണ്. ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ വൈറസാണ്.
യോഗത്തിൻ്റെ അധ്യക്ഷനാരാ? വൈറസ്. അപ്പോൾ ആരൊക്കെ ഇരിക്കുന്നുണ്ടാവും? പാമ്പും പട്ടിയും പൂച്ചയും കോഴിയും പഴുതാരയും ലവ് ബേഡ്സും എല്ലാം ഇരിപ്പുണ്ട്. ഇനി അപ്പോൾ ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലുള്ള പക്ഷിമൃഗാദികൾ നമ്മളെക്കുറിച്ചൊരു കമൻറ്റ് പറയാൻ പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് ബാക്കി ശ്രദ്ധിച്ചോളണം. അവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പോൾ അത് മലയാളം അറിയാമായിരുന്നെങ്കിൽ അവരെന്ത് പറഞ്ഞേനെ? ബിലയാമിൻ്റെ കഴുത പറഞ്ഞ പോലെ ഇനി പറയുന്ന കാര്യങ്ങൾ പറയും. വൈറസ് ചോദിച്ചു, മനുഷ്യനിങ്ങനെ ചത്തൊടുങ്ങിയതിൽ, വൈറസ് കൊണ്ട് ചത്തൊടുങ്ങിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം എഴുതിട്ടത് കുതിരയാണ്. കുതിര പറഞ്ഞു, മനുഷ്യൻ ചാവണം. എന്താണ്? അവൻ ചത്തൊടുങ്ങണം. എന്താ കാര്യം? ആക്രാന്തം. എന്താ ആക്രാന്തം? അടങ്ങിയിരിക്കുന്ന എന്നെ പിടിച്ച് ആടയാഭരണങ്ങൾ അണിയിച്ച് നേരെ യുദ്ധക്കളത്തിലേക്ക് വിടുകയാണ്. എന്തിനാണ് യുദ്ധം? 10,000-14,000 ചെറുതും വലുതുമായ യുദ്ധം, പ്രധാനപ്പെട്ട 14 യുദ്ധം നടന്നിട്ടില്ലേ? 371 കോടി ആളുകൾ ഇവിടെ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചത്. എന്ത് കാണിക്കാൻ? എന്ത് അതിർത്തി മാന്തുന്നതിൻ്റെ കാര്യം എന്തുവാ? ഉള്ള ഭൂമിയിൽ കൃഷി ചെയ്യാൻ ഇവിടെ പറ്റുന്നുണ്ടോ? അതിർത്തിയിൽ തർക്കം, നമ്മുടെ വീടിൻ്റെ അതിർത്തിയിലും തർക്കം. എന്തിന്? അതുകൊണ്ട് ഈ മറ്റുള്ളവൻ്റെ ഇത് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ യുദ്ധക്കൊതി തീരാൻ ഇവൻ ചത്തൊടുങ്ങുക നല്ലത്. കുതിരയുടെ കമൻറ്റ്, സിംഹത്തിൻ്റെ കമൻറ്റ്, എന്നെ നാട്ടുകാർ ദുഷ്ടമൃഗമായിട്ടാണ് കാണുന്നത്. അവരെന്നെ ബാലരമയിൽ കൂടെ രാജാവൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ എന്ത് ദുഷ്ടത്തരം ചെയ്തെന്നാണ് ഈ പറയുന്നത്. എനിക്ക് വിശന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പം ഒരു മാൻകുട്ടി പോകുന്നു, പറക്കം തളി കണക്കെ ചാടി വീഴുന്നു, കോമ്പല്ലും കൊണ്ട് കുത്തി ഇറക്കുന്നു, അതിനെ കടിച്ച് മുറിച്ച് ആന കരിമ്പം കാട്ടി കയറിയതുപോലെ തിന്നേച്ച് ബാക്കി അവിടെ ഇട്ടേച്ച് പോകുന്നു. എൻ്റെ പ്രത്യേകത, 100 മാൻകുട്ടിയെ കണ്ടാൽ ഒരു മാൻകുട്ടിയെ ലക്ഷ്യം വെക്കാറുള്ളൂ. 99 ഞാൻ വെറുതെ വിടുകയാണ്. ഇനി തിന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കിടക്കുമ്പം അതിൽ ആര് പോയാലും ഞാൻ നോക്കാറില്ല. ഒരു മുയൽ എൻ്റെ വിശപ്പടങ്ങിയപ്പോൾ എനിക്കൊരു പ്രശ്നം. എന്നെ ഇവർ ദുഷ്ടന്നാ വിളിക്കുന്നത്. നിങ്ങളുടെ തീറ്ററിയാം, മനുഷ്യരുടെ തീറ്ററിയാമോ? ഈ സിംഹം പറയാം, അവൻ എന്നാ തീറ്റിയ? അവൻ തിന്നിച്ച് ബാക്കി കളയുമോ? കളയില്ല. സന്ധ്യയായി യൂഷസുമായി 7-ാം ദിവസം വരെ ബൈബിളിലുള്ളൂ. ഫ്രിഡ്ജ് വന്ന ശേഷം 8-ാം ദിവസം, 2-ാം വാരം, 50-ാം ദിവസം സെഞ്ചുറിയൊക്കെ അടിക്കുന്ന ഫ്രിഡ്ജുണ്ട്. ചില ഫ്രിഡ്ജ് തുറക്കുന്നതും വെളിപ്പാട് 19 തുറക്കുന്ന ഒരുപോലെ അഗാധ കോപത്തിൽ നിന്ന് പുക പൊങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കറിവേപ്പലടക്കമായിട്ട്. എന്തിനാന്ന് അവർക്കും അറിയാൻ മേല, നമുക്കും അറിയാൻ മേല ഉണ്ട്. അപ്പം സിംഹം പറയാം, എന്നാ തീറ്റ അവൻ്റെ? ദിവസം 7 നേരമാ തിന്നുന്നത്. ആര്? മനുഷ്യൻ. കണ്ടോ? 7 നേരം. രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു കാപ്പി. ആ കാപ്പിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റാൻഡേർഡ് പേരായിട്ടിരിക്കുന്നത്, പക്ഷെ മലയാളത്തിൻ്റെ പേര് വിടക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാതെ കുടിക്കുന്ന ഒരു കാപ്പി. നമ്മളതിന് ഇംഗ്ലീഷിലിട്ടു ബെഡ് കോഫി. എന്ത് സ്റ്റൈലാണ്! ഇരുന്നോട്ടെ, നാണക്കേട് പോകാൻ. അപ്പോൾ അതൊന്ന്. 2-ാമത്തെ തീറ്റ അറിയാമല്ലോ, സഹോദരിമാർ, പാവം പിടിച്ച സഹോദരിമാർ 8 മണിക്ക് അച്ചാച്ചൻ പണിക്ക് പോയി, പുട്ട് കൊടുത്തതാ പാതി ഇട്ടേച്ച് പോയി, കളയണ്ടല്ലോ എന്ന് കരുതി അത് തിന്നു. 8:30 പിള്ളേർ പോയി, നൂഡിൽസാ, അതും ബാക്കി വെച്ച് കളയണ്ടല്ലോ എന്ന് കരുതി അതും തിന്നു. ഇങ്ങനെ ഓരോരുത്തരും ബാക്കി വെച്ചു പോകുന്നൊക്കെ ഇവരല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നേ. അതാണ് 2-ാമത്തെ തീറ്റ. പിന്നെ ഇവരെപ്പോഴാണ് തിന്നുന്നത്? ഒരു 11 മണിയാകുമ്പം ഒരു പേസ്റ്റ് എടുത്ത് വീടിൻ്റെ മുറ്റത്തോട്ടിറങ്ങി 4 ഭാഗത്തും ചാമ്പയ്ക്കുണ്ടോ മാങ്ങയുണ്ടോ നടന്ന് തുപ്പി അങ്ങനെ വന്നിച്ചും അരദോശ, കാരണം മുക്കാച്ചാക്കാട്ടിരിക്കുകയാണ്. അത് 3-ാമത്തെ തീറ്റ. ഉച്ചയ്ക്കൊന്ന് 4, 4 മണിക്കൊന്ന് 5, വൈകിട്ടൊന്ന് 6. ഇതൊരു മിനിമമാണ്. നമ്മുടെ തീറ്റ 6 നേരമാണ്. ഇനി 7-ാമത്തെ നേരമാണ് ബഹുരസം. അത് കിടക്കാൻ നേരത്താണ്. അങ്ങനെ അധികമായിട്ടൊന്നുമില്ല, 1 ഗ്ലാസ് പാല്, അത്രയേ ഉള്ളൂ. പിന്നെ പാലിൻ്റെ ഗ്ലാസിൻ്റെ വലിപ്പം ഒരു പുട്ടും കുറ്റിയുടെ വലിപ്പം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു ഇച്ചിരി ഹോർലിക്സോ ബോൺവിറ്റോ ഇട്ടാലിട്ടു, ഇട്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. ഒരു 4 ഞാലിപ്പൂവൻ പഴം, പിന്നെ ബണ്ണ് ഒരു പാക്കറ്റ് മേടിച്ചതാണ്, കളയണ്ടല്ലോ എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് മുക്കി തിന്നു. പിന്നെ ആരും പിള്ളേരൊക്കെ വന്നപ്പം കൊണ്ടു കൊടുത്തതാ, ആർക്കും കൊടുത്തിട്ടില്ല. ആ ഈന്തപ്പഴത്തിൻ്റെ ഒരു 4 എണ്ണവും ആ കശുവണ്ടി പരിപ്പ് ഒരു 5 എണ്ണം, എല്ലാം കൊടുത്ത് 350 ഗ്രാം. അതാണ് 7-ാമത്തെ പ്രാവശ്യം. മനസ്സിലായോ? സിംഹം പറയാം, ഇവൻ്റെ ഈ മുടിഞ്ഞ തീറ്റയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ഇവനിത് വരണം. മൃഗങ്ങളെപ്പോലെയല്ല. നോക്കണം, അവരുടെ കമൻറ്റ് നോക്കണം നിങ്ങൾ. പക്ഷികൾ പറഞ്ഞെന്നറിയാമോ? പക്ഷികൾ, ലവ് ബേഡ്സ് നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടാ? ഉള്ളവരും മിണ്ടണ്ട, കയ്യൊന്നും പൊക്കണ്ട, അപ്പോൾ തലയും ചോറിക്കണ്ട, അനങ്ങാതിരിക്കുക. അവർ പറയുകയാണ്, നിനക്കിത് വരണോടാ. പക്ഷീണാം ബലമാകാശം, മത്സ്യാനാം ഉദകമ്പലം, ദുർബലസ്യ ബലം രാജ, ബാലനാം രോദനം ബലം. കുട്ടികൾക്ക് കരച്ചിലാണ് ബലം, മത്സ്യങ്ങൾക്ക് വെള്ളമുള്ള ദിക്കിലാണ് ബലം, അവശരായ ആളുകൾക്ക് രാജാക്കന്മാരാണ് ബലം, ഞങ്ങൾക്ക് ചിറക് തന്നിരിക്കുന്ന പറന്നടക്കാൻ അനന്തവിഹായസിലാണ് ഞങ്ങളുടെ ബലം. ഞങ്ങൾക്ക് പറന്നടക്കാനായിട്ട് പെട്രോൾ അടിക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട, ഇങ്ങനെ പറന്നടക്കാം. കാസർഗോഡ് വരുന്നവർക്ക് പൈസ കൊടുക്കണം. ഞങ്ങൾ നീ കെണി വെച്ച് പിടിച്ച് ഒരു വലിയ കൂട് മടിച്ചും ലവ്
ഞങ്ങൾക്ക് നിന്നോട് ലവ് ഉണ്ടോ എന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരു മൺകുലം കമത്തി വെച്ച് അതിൻ്റെ കാഷ്ടോ ശേഖരിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക. നീ എന്തോ ചെയ്യുന്നു? ഞങ്ങളിങ്ങനെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ മലപ്പുറം ഇടുക്കിയൊക്കെ പോകേണ്ട ഞങ്ങളെ നീ കെണിവെച്ച് പിടിച്ച് കൂട്ടിനകത്താക്കിയിട്ട് നീ നേരം വെളുത്ത് ഇന്നോവ എടുത്തുകൊണ്ട് കാസർഗോഡിന് പോകുന്നു. 2000 രൂപയുടെ പെട്രോൾ. നിനക്കിത് വരണോടാ? ആരാ പറഞ്ഞേ? ലവ് ബേഴ്സ്. എന്തെങ്കിലും മാനസാന്തരപ്പെടുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് ആ കൂടെ അങ്ങോട്ട് തുറന്നു വിട്ട് ചെല്ലുലിയ പറയണം. കാശ് കൊടുത്ത് മേടിച്ചു. സ്വത്രം. പട്ടി പറയുകയാണ് യജമാനനെ മിസ് ചെയ്യുന്നു. എന്തോന്ന്? യജമാനനെ മിസ് ചെയ്യുന്നു. ഒരല്പം അനുകൂല നിലപാട് പുള്ളി മാത്രമേ എടുത്തുള്ളൂ. യജമാനെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ പറഞ്ഞാൽ അത് ചിലവല്ല. നമുക്കങ്ങനെ പട്ടിയോടൊക്കെ വലിയ പ്രേമമൊന്നുമില്ല. കുറച്ച് പേർക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഈ തെരുവ് പട്ടിയുടെ പ്രശ്നം പറഞ്ഞ ആകപ്പാടുമ്പോൾ അതൊക്കെ ഈ പാശ്ചാത്യ രാജ്യത്താണ് പട്ടിയുടെ പ്രേമം എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ കൃപയാൽ പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ പട്ടീനെയും കൊണ്ട് നടക്കും, കയ്യിലൊരു പ്ലാസ്റ്റിക് കൂടും കാണും. ഞാൻ ചോദിച്ചു ഇതെന്തിനാ? അത് പട്ടി വഴിയിടുന്ന എന്തെങ്കിലും അപ്പിയിട്ടാൽ അത് ഇവർ കോരി ഇതിനകത്ത് ചോദിച്ചു. ഇവർ നടക്കുക രണ്ടും കൂടെ. ഇതിന് നടക്കണേ. അത് ഇത് ഇടുന്നൊരു വേസ്റ്റ് ബോക്സ് കാണാതെ ഇടാൻ പറ്റില്ല. പ്ലാസ്റ്റിക് എടുത്തൊരു സ്ഥലമുണ്ട്, അപ്പോൾ അതുപോലെ കടലാസുടെ സ്ഥലമുണ്ട്. ഇത് ഇടുന്നൊരു വേസ്റ്റ് ബോക്സ് കാണുന്നവരെ ഇയാളത് ചുമക്കുമെന്ന്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിലെ പിള്ളേരൊക്കെ വരുന്നത്, കർത്താവെ അടുത്ത ജന്മത്തിൽ കിറ്റി മാതാമിയുടെ പട്ടിയായിട്ട് ജനിക്കുവാൻ സഹായിക്കണമേ. കാരണം പിള്ളേരില്ലാത്തതുകൊണ്ട് സ്വത്തൊക്കെ പട്ടിക്ക് എഴുതി വെക്കണത്. നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണൻ സാറിൻ്റെ വാക്കുകൾ കിട്ടില്ലേ, കുട്ടൻ്റെ വീട്ടിലെ പട്ടി ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് പട്ടി പറയാണ് യജമാനെ മിസ് ചെയ്യുന്നു. കുരങ്ങൻ പറഞ്ഞ കേൾക്കാറിയുണ്ട്. കുരങ്ങൻ, നമുക്ക് കുരങ്ങൻ കേൾക്കുമ്പോൾ ഒരു ആക്ഷേപമല്ലേ? എന്താ കാര്യം? ഡാർവിൻ്റെ സിദ്ധാന്തത്തോട് നമ്മളൊരു സിദ്ധാന്തം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ്? കുരങ്ങനിൽ നിന്നാണ് നെയ്യാണ്ടർത്താൽ പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ. അപ്പോൾ കുരങ്ങൻ പറയുകയാണ് മനുഷ്യനിത് വരണം. എന്താ കാര്യം? ആ ഡാർവിൻ ഏതാണ്ട് പറഞ്ഞു എന്നും പറഞ്ഞ് അന്ന് മുതൽ ഇവൻ പറയുകയാണ് ഞങ്ങളുടെ കുടുംബക്കാരാവെന്ന്. നാണമുണ്ടോടാ നിനക്ക്? കുരങ്ങൻ ചോദിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് ആ വീട്ടുകാരാണ് നിങ്ങളെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളതെന്ന് ആര് ചോദിക്കുക? ഇതുവല്ലോ നമ്മൾ അറിയുന്നുണ്ടോ? പാമ്പ് പറഞ്ഞു ഇവനിത് വരണം. ഏതൻ തോട്ടം ഇവന് കൊടുത്താൽ ഇവനതിനെ വിഷലിപ്തമാക്കും, ഇവൻ നരകമാക്കും. ഒടുവിൽ വൈറസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ വില്ലൻ. എന്നെ സൂക്ഷിച്ചു വെച്ചാൽ AC റൂമിനകത്തന്നെ 1 കൊല്ലം സൂക്ഷിക്കാൻ കോടികൾ ചെലവിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും ഇവൻ എന്നെ സൂക്ഷിച്ചു. വളർത്തുന്ന ഈ പാമ്പ് കൈക്ക് കടിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇവനത് സംഭവിക്കട്ടെ. 2 പേർ ഓടി വരുന്നു. ഒരു ദൂതൻ വരുന്നു, ഇവരെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. ഇവർ പശ്ചാത്തപിക്കുന്നു. മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. ദി ലാസ്റ്റ് വാർ നാടകത്തിൻ്റെ തിരശ്ശീല വീഴുന്നു. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ആ നാടകത്തിൻ്റെ ഇതിവൃത്തം ലോകത്തിന് നൽകിയ സംഭാവന എന്താണെന്നറിയാമോ? ഇതുപോലൊരു വൈറസ് ലോകത്തിൽ വരുമെന്നും ഇങ്ങനെയൊക്കെ ലോക സംഭവങ്ങൾ ഉണ്ടാകുന്നൊരു മുന്നറിയിപ്പ് കിട്ടിയില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ കിട്ടിയായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചില്ല. നീൽ ഗാൻഡല്ലേ ശ്രദ്ധിച്ചില്ല. ചെറിയവൻ പറഞ്ഞാലും കേട്ടില്ലേ. ഇനി മറ്റൊരു കഥാപാത്രമാണ് നോസ്ട്രദാമസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയങ്ങളോടും നമ്മൾ പിന്തുണയ്ക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ വായിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നി. എൻ്റെ സമകാലീന പ്രഭാഷകരിൽ പലരും ചോദിച്ചു ഇദ്ദേഹത്തെക്കുറിച്ചൊരു ഒരു അറിവ് തരാമോ? കുറച്ചൊക്കെ അന്വേഷിച്ച് പിടിച്ചപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ഇക്കറ് കിട്ടി. 3000 വർഷത്തെ 1000 വർഷത്തെ സംഭവിക്കാനുള്ള 3000 പ്രവചനങ്ങൾ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ആളാണ് ആര്? നോസ്ട്രദാമസ്. ധാരാളം കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ. ലെസ് പ്രൊഫസീസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രവചനം കേട്ട് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ലണ്ടനിലെ അഗ്നിബാധ, രാജീവ് ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം, നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ മരണം, പോപ്പിനെതിരെയുള്ള വധശ്രമം, വിപ്ലവങ്ങൾ, ഇതെല്ലാം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ പേരിടുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം, നമ്മുടെ ചെറുതോണി ഇടുക്കി ഡാമിൻ്റെ നാശം സംബന്ധിച്ച് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അലങ്കാര ഭാഷയാണെന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ലോകം ഉറ്റുനോക്കുന്ന ഒരു രാജ്യം, അവിടെ 2 പാറക്കെട്ടുകൾ ഉയർന്നു നിൽക്കുന്നു. 2 പക്ഷികൾ ചെന്ന് ഇടിച്ച് ആ പാറക്കെട്ട് തകരുന്നു. ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകിടം മറിയുന്നു. നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ വ്യാഖ്യാനിച്ച് നോക്കിക്കേ. ലോകം ഉറ്റുനോക്കുന്ന രാജ്യം അമേരിക്ക. 2 പാറക്കെട്ടുകൾ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ. ഹെലികോപ്റ്റർ വന്ന് ഇടിക്കുന്നു, പക്ഷി വന്ന് തകർക്കുന്നു. ഇങ്ങനെയാണ് ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യമുണ്ട് അതിൽ. 2000 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ നാന്ദി കുറിക്കുമെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും 2000 ആകുമ്പോഴേക്കും ലോകം അവസാനിക്കുമെന്നൊരു ചിന്ത
നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് എൻ്റെ അപ്പനും അമ്മയും. എൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകൂടിയനാണെങ്കിലും ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ വായനയൊന്നുമില്ല. അപ്പം എൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞു, മോനെ നീ പെന്തക്കോസ്തിലേക്ക് പോയത് എനിക്കറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, എന്നാലും 2000 ലോകം അവസാനിക്കും. ഞാൻ പറഞ്ഞു അതിനകത്ത് തെളിവ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന യേശുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അമ്മ പറഞ്ഞു, യേശു ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അതിനർത്ഥം എന്താണ് 2000 ആകുമ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അമ്മ പറഞ്ഞ പൊട്ടത്തരം നേരാണെന്ന് പറഞ്ഞു. അപ്പനോട് ചോദിച്ചു നോക്കാം. അപ്പനങ്ങനെ രാവിലെയാണ് വല്ലതും ചോദിക്കാൻ കൊള്ളൂ, കാരണം അന്നേരം സുബോധമുള്ളൂ. വൈകുന്നേരം വരുന്നൊക്കെ രാവിലെ പോകുമ്പോഴും ഒരു പാട്ട, വൈകിട്ട് വരുമ്പോഴും ഒരു പാട്ട. രാവിലെ പോകുമ്പോൾ യേശു എന്നടിസ്ഥാനം, ശ്രുതി, താളം, ലയം, രാഗം ഭംഗിയായിട്ടുണ്ട്. കഥാപ്രസംഗനായിരുന്നു, ഞാനും കഥാപ്രസംഗനായിരുന്നു എൻ്റെ അപ്പൻ്റെ രഞ്ജിനി കലാവേദി. അപ്പോൾ വൈകിട്ട് വരുമ്പോഴും അതേ പാട്ടാണ്, പക്ഷേ ഇലക്ട്രോണിക്സ് ഭാഷയിൽ സ്പേസ് ഉണ്ടെന്ന് മാത്രം. യേശുവിന് എന്നടി ഇവിടെ സ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ട് വൈകിട്ട് വരുന്നത്. അങ്ങനെ 2 കാല് പിടിച്ച് 4 കാലിൽ കുത്തിയിരിക്കുന്ന അപ്പനും ചോദിച്ചു, അപ്പ നീ അമ്മ പറഞ്ഞല്ലോ 2000 യേശു വരുമെന്ന്. പള്ളി പറഞ്ഞു, അവളെ കല്യാണം കഴിച്ച ഒരു പെരുമൺ ദുരന്തമല്ലാതെ ഇപ്പോഴും ഞാൻ വേറൊന്നും ഓർക്കുന്നില്ല. ഞാൻ ഇതിൻ്റെ കാര്യം പറ, 2000 യേശു വരുമോ? മക്കളെ അതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്തുവാ? 2 പെഗ് അടിക്കാവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം കള്ളുകുടിയനായ അപ്പനോട് ഈ 2 വിരൽ ഉയർത്തിപ്പിടിച്ചതിൻ്റെ അർത്ഥം ചോദിക്കാൻ പോയി ഞാൻ അവിടെ വെച്ച് കട്ടയും പടവും മുടക്കി. ഇനി മേലാൽ അപ്പനോടൊന്നും ചോദിക്കുകയില്ലാന്ന് തീരുമാനിച്ചു. ഇനി അതങ്ങോട്ട് കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഡാം തകരുമെന്നും പറഞ്ഞ ഒരു ബഹളം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോഴേക്കും നമ്മളെ കടകൊഴുന്ന് കുരിശ് വരയ്ക്കുന്നു, 51 വെള്ളിയാഴ്ച പോകുന്നു, എത്തിക്കുന്നു, ആകപ്പാടെ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കാര്യം ഇവിടെ നിർമ്മല മനസാക്ഷിയോട് ഓർപ്പിക്കാനുണ്ട്. നോസ്ട്രദാമസ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു, നാളെ നിങ്ങൾ എന്നെ കാണാൻ വരണ്ട. അവർ വന്നപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നു, അടക്കി. പരിചാരകൻ ചോദിച്ചു, എന്തെയാ ലെസ് പ്രോഫസീസ്? അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ കാണും ഡെഡ് ബോഡി, ശവകുടീരം തുറന്ന കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ലെസ് പ്രോഫസ് എടുക്കുമ്പോൾ തുറന്ന് പിടിച്ച ആദ്യത്തെ വാചകം, ഞാൻ മരിച്ച ഇത്രാം ദിവസം നിങ്ങൾ എൻ്റെ ശവകുടീരം തുറന്ന കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇതെടുത്ത് വായിക്കും എന്നാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. അത്ര ക്ലിയറാണ് പല കാര്യങ്ങളിലും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പാളിപ്പോയിട്ടുണ്ട്. ഉദാഹരണമാണ് 2000 ലോകാവസാനം മംഗളം എന്ന് പറയുന്ന വാരികയിൽ ബഹുമാനപ്പെട്ട KM റോയ് സാർ എഴുതിയ ആർട്ടിക്കിൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി 9 വർഷങ്ങൾ മാത്രം. 1991 KM റോയ് സാർ എഴുതിയാണ്, ഇദ്ദേഹത്തിന് ചുവട് പിടിച്ചാണ് എഴുതിയത്. ഡാം തകർന്നിട്ടില്ല. അർത്ഥം എന്താണെന്നറിയാമോ? ലോകം കണ്ട ഇതിഹാസ പുരുഷന്മാരും ദാർശനികന്മാരും ഒക്കെ പറഞ്ഞതിന് തെറ്റുകൾ സംഭവിക്കാം, അതായി പറഞ്ഞർത്ഥം. പക്ഷേ ഞാൻ 40 കൊല്ലമായി ചുമക്കുന്ന ഈ വേദപുസ്തകത്തിന് തെറ്റ് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിന് തെറ്റുപറ്റുകയില്ല. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ. പുറപ്പാട് പുസ്തകത്തിൽ കഠിനവ്യാധി, വെളിപ്പാട് പുസ്തകത്തിൽ മഹാവ്യാധി, സങ്കീർത്തനങ്ങളിൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ഇതിൽ കൂടുതൽ ക്ലിയറൻസ് എന്തിനാ വേണ്ടത്? ഈ സാധനം ഏതിലെയാണ് വരുന്നത് ഇന്ന് വരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞു പത്രത്തിൽ കിട്ടിയാ വരുന്നത്, അപ്പോൾ 6 മാസം പത്രം ഇട്ടില്ല. പിന്നെ പറഞ്ഞു TV യിൽ കൂടെ, അപ്പോൾ കുറച്ച് പേര് TV കാണാതായി. പിന്നെ പറഞ്ഞു മൊബൈലിൽ കൂടെ, അപ്പോൾ ആളുകൾ കർച്ചീഫ് വെച്ചിട്ട് മൊബൈൽ എടുത്തുകൊണ്ടിരുന്നത്. എന്തെല്ലാം വിപ്ലവങ്ങളാ! ഇനി അതിൻ്റെ വാക്സിനേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നു, UK വന്നു, അമേരിക്ക വന്നു, സ്പുട്നിക്കും കോവിഷീൽഡും കോവാക്സിനും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നില്ലേ? 1.5 കൊല്ലത്തിനകം അതിൻ്റെ ഒരു വാക്സിനേഷനുമായി രാജ്യങ്ങൾ രംഗത്ത് വന്നപ്പോൾ ഇവനാരാമോൻ ഒറ്റ നിമിഷം കൊണ്ട് ജനിതക രൂപഭാവ വ്യത്യാസം വരുത്തി 1168 വകഭേദങ്ങളാണ് കൊറോണയ്ക്ക് ഇവിടെ ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, നോസ്ട്രദാമസിന് തെറ്റുപറ്റാം, പറ്റണമല്ലോ. നീൽ ഗ്രാൻഡിന് തെറ്റുപറ്റാം. ഇവിടെ നിങ്ങൾ ഉയർത്തി പറയുന്ന മുഴുവൻ ആളുകൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ വേദപുസ്തകം ഇതുപോലെയുള്ള മഹാമാരികൾ ലോകത്തിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അതിന് തെറ്റുപറ്റാൻ പാടില്ലാത്ത ഈ പുസ്തകത്തിന്റെ ദൈവശ്വാസീയതയ്ക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 4ാമത്തെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഇടയിൽ എഴുന്നേറ്റ പ്രഭാഷകന്മാർ. എന്താ പ്രശ്നം? നമ്മുടെ ആളുകൾ പറഞ്ഞാൽ ആരും കേൾക്കില്ല, അതാ പ്രശ്നം. പെന്തിക്കോസുകാരുടെ ഉന്തും തള്ളുമാണെന്നേ പറയത്തുള്ളൂ. എന്തോ ഒരു നാളായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, എന്തോ ഒരു നാളായി ഞങ്ങളുടെ ഉപദേശന്മാരെ പറയാൻ തുടങ്ങിയിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ?
ഇത് എത്രാമത്തെ കൺവെൻഷനാണെന്ന് എനിക്കറിയാമേല. എന്തായാലും കുറേ നടന്നിട്ടുണ്ടാവും അല്ലേ മാസ്റ്റേ? എന്തോ നടന്നിട്ടുണ്ടാവും. ആര് കേൾക്കാൻ? എന്താ പ്രശ്നം? എവിടാ യോഗം? പെന്തിക്കോസുകാരുടെ യോഗമാണ് അങ്ങനെ പറയുന്നേ. നമ്മുടെ ആളുകൾ കേൾക്കണോ? എന്നാരാ വരുന്നത്? യോഗി പറയും, ഓ യോഗി പാറയ്ക്കലാണോ? ഉണ്ടോ നമ്മുടെ ആളുകൾ? നാളെ ആരാ വരുന്നത്? അങ്ങനെ നമ്മൾ ആരാ ചോദിക്കുന്നത്? അതിനൊക്കെ നമ്മളെ TPM-കാരെ കണ്ട് പഠിക്കണം. ഉപദേശിമാരുടെ പേര് പോലും വെക്കുകയില്ല. മനസ്സിലായോ? കർത്താവ് ദൈവം സംസാരിക്കുന്നു. ഇവിടെ പേര് വെച്ചില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു കാടും. ഫോട്ടോ ചെറുതായി കഴിഞ്ഞാൽ കീറിക്കളയും ഫോട്ടോ. അതാ സ്തോത്രം. പക്ഷെ നാട്ടുകാരോട് ഞങ്ങളൊരു കാര്യം പറയാം. ഈ സഭ 2 നില കെട്ടിടമാണെങ്കിലും ഒരു നിലയിലും സാമ്പത്തികം അനുവദിച്ചില്ലെങ്കിലും ഈ വർഷം ഈ യോഗം ഇങ്ങനെ നടത്താനുള്ള കാരണം എന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? എന്തിനാണെന്നറിയാമോ? ഇതിനകത്തൊക്കെ തമ്പേറും കുട്ടി അങ്ങ് ഒതുങ്ങിപ്പോയാൽ മതിയായത്. പക്ഷേ വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ദേശത്തോടൊന്ന് പറയേണ്ടതിൻ്റെ ധാർമ്മികത ഞങ്ങൾക്കുണ്ട്. തിമോത്തിയോസ് ലേഖനം പറഞ്ഞു, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള സഭയാകുന്ന ദേവാലയം. സഭ തൂണാണ് ബിൽഡിങ്ങിന്റെ ഭാരം ചുമക്കുന്നത്. അപ്പോൾ പെണ്ണുക്കര എന്ന് പറയുന്ന, ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഈ ദേശത്തെ ചുമക്കുന്നത് ഇവിടത്തെ ദൈവസഭകളാണ്. അതുകൊണ്ട് തന്നെ ദേശത്തൊരു നാശം സംഭവിക്കുന്നതിന് മുൻപ് അത് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം ദൈവസഭയ്ക്കുള്ളത് കൊണ്ടാണ് ഈ യോഗം ഞങ്ങൾ നടത്തുന്നത്. നിങ്ങൾ എന്തോ വിചാരിച്ചു? അബ്രഹാമിന്റെ കൂടാരവാതിക്കൽ 3 പേര് വന്നില്ലേ? ഈ പുള്ളി എന്നാ വിളിച്ചെന്നറിയാമോ? യജമാനന്മാരെ എന്നാണ് വിളിക്കേണ്ടത്. അങ്ങനല്ല വിളിച്ചത്, യജമാനനെ. അപ്പൊ 2 പേരെ വിളിച്ചിട്ടില്ല. എന്താ കാര്യം? ഈ 3 പേര് വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരാൾ യഹോവയാണെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? കീബോർഡിന്റെ 7ാമത്തെ കട്ടയിൽ പിടിക്കാതെ, ഒരു ടാമറിന്റെ കിലുക്കം കേൾക്കാതെ, ആമേൻ പറയാൻ ആളില്ലാതെ മമ്രയുടെ തോപ്പിൽ അവൻ മുഴങ്കാൽ മടക്കുന്ന സമയത്ത് യഹോവ മേഘങ്ങളെ ചായ്ച്ച ഇറങ്ങി വന്നത് അവൻ അന്തരാത്മാവിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഹോവയുടെ സാന്നിധ്യം അബ്രഹാമിന് അറിയാവുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, യജമാനനെ. പെണ്ണുക്കരയിൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ മുറ്റത്ത് ഇവിടെ ജോയിക്കുട്ടി പാസ് ഉണ്ടാകും, ഐസക് സാർ ഉണ്ടാകും, സജി പാൽസും ജോയി ബാറക്കിൽ ഉണ്ടാകുമെങ്കിലും ഇതിന്റെ ഇടയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ഇടപെടലുകൾ ഇതിനകത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിരന്തരമായി വായിക്കുന്ന സയൻസ് സിംഗിൾസിന്റെ പാട്ടാണ് തള്ളിക്കളയരുത്. ആ കട്ടയ്ക്ക് പിറകിൽ, ആ രാഗത്തിന് പിറകിൽ, ആ താളത്തിന് പിറകിൽ, ആ ലയത്തിന് ഇടയിൽ നിങ്ങളുടെ തന്ത്രികൾ പൊട്ടിപ്പോയ കമ്പികൾ നന്നാക്കാനുള്ള ഒരു സന്ദേശം ആ പാട്ടിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇതാ ഇന്ന് രാത്രി നിങ്ങളുടെ കൂടാരവാതിൽക്കൽ യഹോവയുടെ സാന്നിധ്യം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. 10ാമത്തെ വാക്യം. അബ്രഹാമിനെ മനസ്സിലായി ഒരാളെ യഹോവയാണ്. 10ാമത്തെ വാക്യം. കൊച്ചനെ, എൻ്റെ ഭാര്യ സാറ എവിടെയുണ്ട്? അടുത്ത ആണ്ടേക്ക് ഞാൻ വരുമ്പോൾ. എത്ര പേരിയ്ക്കുന്നുണ്ട്? 3 പേര്. അബ്രഹാം ആദ്യം യജമാനനെ ഒരാളെ വിളിച്ചിട്ടുള്ളൂ. കൃപയുണ്ടെങ്കിൽ കടന്നു പോകരുത്. ആ ഒരാൾ തിരിച്ചു പ്രതികരിക്കുക, അടുത്ത ആണ്ടേക്ക് ഞാൻ വരുമ്പോൾ. ഞങ്ങൾ വരുമ്പോൾ എന്നല്ല, ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഞാനായി ഇരിക്കുന്നേ. 22 വരുമ്പോൾ അബ്രഹാം യഹോ പ്രത്യക്ഷനായി. സാറാ ചിരിച്ചത്. അപ്പൊ യഹോ പ്രത്യക്ഷനായില്ലേ? ആ 2 പുരുഷന്മാർ സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ മുൻപാകെ നിന്നു. ഒന്നുകൂടെ വ്യക്തമായി പറയാണ്, കേവലം ഇത് ഈ സഭയുടെ ഒരു യോഗമല്ല പ്രിയപ്പെട്ടവരെ. ഈ യോഗത്തിന് നടുവിൽ ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ പാട്ടുപാടുന്ന പാട്ടിലൂടെ, പ്രസംഗിക്കുന്ന വചനത്തിലൂടെ കാലഘട്ടത്തിന്റെ പ്രവാചകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ആത്മാവ് മനുഷ്യരോട് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇതൊരു അന്ത്യകാലഘട്ടമാണ്. അടുത്ത വർഷം യോഗമുണ്ടാകുമോ അറിയത്തില്ല. ഉണ്ടായാൽ ഞാനുണ്ടാകുമോ അറിയത്തില്ല. ഇന്ന് രാത്രി കണ്ണടച്ച് കിടക്കും മുൻപ് ദൈവാത്മാവിന്റെ ഇടപെടൽ
നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എത്ര പ്രസംഗര് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അല്ലേ? വണ്ടി ഓടത്തില്ല, ഫ്ലൈറ്റ് ഓടത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? കളിയാക്കി ഞങ്ങളെ ഇല്ലേ? നോഹ പറഞ്ഞു മഴ വരാൻ പോവുകയാണ്. നാട്ടുകാർ പറഞ്ഞു നിൻ്റെ തലയ്ക്ക് ഓളമാണ്. കെ.വി. സൈമൺ സാറിൻ്റെ വേദവികാരം എന്താ പറയുന്നേ? എണ്ണ തേച്ചുകുളി 2-3 ഭംഗിയായി ചെയ്തിടുകയിൽ കുറേയൊക്കെ മാറുവെച്ച് അറുപറാപ്പറച്ചിലും മറിച്ചിലും മനുഷ്യനായാൽ മണ്ടയ്ക്ക് തലച്ചോറ് വേണ്ടേ എന്ന് പറഞ്ഞാൽ നോയോട് ചോദിടാ, നീ മഴ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണാത്തൊരു സാധനം ഇത്ര ഭംഗിയായിട്ട് എങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ നിനക്ക്? ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നരകം? പിന്നെ ഇത്ര തിട്ടമായി പ്രസംഗിക്കുന്ന കാര്യം തന്നെ? നോഹ, എൻ്റെ പ്രസംഗം കാഴ്ചയാലല്ല വിശ്വാസത്താലാ പ്രസംഗിക്കുന്നത്. കടലിൽ നിന്നും 65 മൈൽ ദൂരത്താണ് നോഹ പെട്ടകം പടന്ന് വെച്ചെന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ 65 മൈൽ ദൂരത്തേക്ക് പെട്ടകത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ശരിയാണോ എന്നറിയാൻ നീറ്റിലിറക്കാൻ യൂണിയൻകാരെ വിളിച്ചുകൊണ്ട് പോകണം. അവർ വരുമോ? ആര് വരാൻ? നോക്കുകൂലി, ഇരിപ്പ് കൂലി, അട്ടിമറിക്കൂലി, ആവശ്യപ്പെടുന്ന കൂലി, ചുമ്മാ നിന്നാ കൂലി. അവരാര് വരാൻ? ഇവൻ്റെ കയ്യിൽ 10 വിഷയമില്ല. അവർ ചോദിച്ചു ഞങ്ങൾ വിളിച്ചേക്കരുത് കേട്ടോ. നോഹ പറഞ്ഞു വിളിക്കുകയില്ല. ഈ പെട്ടകം ഞാൻ 65 മൈൽ അങ്ങോട്ട് ചുമക്കുകയില്ല. കടൽ ഇങ്ങോട്ട് വരുമെന്ന്. കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് കാർമേഘത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും പെരുങ്കാറ്റും കൊടുങ്കാറ്റും വേണ്ടി വന്നാൽ ആകാശത്തിൻ്റെ ഈശാന മൂലം കാറ്റും അടുപ്പിച്ച് മേഘങ്ങളുടെ പാളികൾ തുറന്ന് ഇടിവെട്ടി പെയ്യുന്ന ഇടവപ്പാതി കണക്കെ തുള്ളിക്കൊരു കുടം പെയ്യുന്ന തുലാവർഷം എന്ന കണക്കെ വെള്ളം ഇങ്ങോട്ട് വന്ന് താഴെ വരെയെ വെള്ളം കൊണ്ട് നിറച്ച് എൻ്റെ ഈ പെട്ടകത്തെ ഉയർത്തി അരരാത്തിൻ്റെ മുകളിലെത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് നോഹ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ ഇന്ന് രാത്രി ഉറക്കെ പറയുന്നു, ഞങ്ങൾ സ്വർഗം കണ്ടിട്ടില്ലെങ്കിലും നരകം കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന കാഴ്ചയാലല്ല വിശ്വാസത്താല ദൈവത്തിൻ്റെ വചനപ്രകാരമാ ഞങ്ങൾ പറയുന്നത്. യേശു മടങ്ങി വരും. ഇവിടെ സ്വർഗവും നരകവും വേർതിരിക്കപ്പെടും. ദൈവസഭയാകുന്ന പെട്ടകം ആർക്കും കയ്യെത്തി പിടിക്കുവാനാകാത്ത ഉയരത്തിൽ അരരാത്തിന്റെ മുകളിൽ ഞങ്ങൾ ഉറയ്ക്കുമെന്ന വിശ്വാസമുള്ളവരെ ആ കരമൊന്ന് ചേർത്തടിച്ചു. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ നിങ്ങൾ സ്തുതി പറയണം. ഇത് കാഴ്ചയാലല്ല, ഇത് വിശ്വാസത്താൽ സംഭവിക്കുന്ന കാര്യം. ഞാൻ അവസാനത്തെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ശരി, 10 മിനിറ്റും കൂടെ ഉണ്ട്. 5ാമത്തെ മുന്നറിയിപ്പ് സഹോദരങ്ങളെ, മെഡിക്കൽ സയൻസ് മുന്നറിയിപ്പ് നൽകി, അവഗണിച്ചു. ചരിത്രം മുന്നറിയിപ്പ് നൽകി, അവഗണിച്ചു. ഇതിഹാസ പുരുഷന്മാർ മുന്നറിയിപ്പ് നൽകി, അവഗണിച്ചു. ഞങ്ങളുടെ ഉപദേശിമാർ മുന്നറിയിപ്പ് നൽകി, അവഗണിച്ചു. 5ാമത്തെ മുന്നറിയിപ്പ് എന്താണെന്നറിയാമോ? യേശു വരാറായി. അതായോ നടത്തുന്നത് തെളിവ്. ഒരു യുദ്ധം നടക്കണ്ടല്ലോ ഇപ്പം. ഏത് യുദ്ധമാണ്? അതറിയാമല്ലേ? റഷ്യ ഉക്രൈൻ. ഇത്ര നാൾ അറിയാമായിരുന്നു, ഇപ്പം മാസങ്ങളായതുകൊണ്ട് ഇപ്പം ഒക്കെ മറന്നുപോയി. ഈ യുദ്ധം തുടങ്ങിയപ്പം പെന്തിക്കോസ്താരുടെ പ്രാർത്ഥന എന്നറിയാമോ? കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നീ എവിടെ നിൽക്കും കർത്താവേ? അതുകൊണ്ട് ഞങ്ങൾ ബലഹീനൻ്റെ കൂടെ നിൽക്കുന്നു. ബലഹീനനാരാ? ഉക്രൈൻ, ചെറിയ രാജ്യം. അവിടെ നിന്നു. അപ്പം നമ്മൾ റഷ്യയെ കൈവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാട്സാപ്പിൽ കൂടെ വരുന്നു, റഷ്യയിലുള്ള എല്ലാ മാർക്സ്, ഏംഗൽസ്, ലെനിൻ ഇവരുടെയൊക്കെ പ്രതിമകൾ മാറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുവാൻ വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടു. അപ്പം നമുക്ക് ലഡു പൊട്ടി. നമ്മളപ്പോൾ ആരുടെ കൂടെ നിന്നു? റഷ്യയുടെ കൂടെ. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇപ്പുറത്ത് വരുന്ന മഞ്ഞുപാളികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഉക്രൈനിലെ സൈന്യവും വിശ്വാസികളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉടനെ നമ്മൾ തീരുമാനിച്ചു, ഒരു പെന്തിക്കോസുകാരാ, നമ്മൾ ആരുടെ കൂടെ കൂടി? ഇവരുടെ കൂടെ കൂടി. അപ്പോൾ ഇപ്പുറത്ത് പുടിൻ പറയുന്നു, ലോകത്തിൽ ആക്രമിച്ചുകൊണ്ട് തകർക്കപ്പെട്ട മുഴുവൻ പള്ളികളും റഷ്യയുടെ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് പണിയുവാൻ റഷ്യ ഉത്തരവിടുന്നു. അപ്പോൾ നമ്മൾ ആരോടെ കൂടി? അപ്പുറത്ത് കൂടി. അപ്പോഴും ഇപ്പുറത്ത് കേൾക്കുന്നു, ഇവൻ സാധാരണക്കാരനല്ല. ആര്? സെലസ്കി, മൊർദക്കായുടെ വംശം. ഇവൻ്റെ തലവും വിടുകയില്ല. ഇവൻ യഹൂദ വംശജനാണ്. ഉടനെ നമ്മൾ പാട്ടും പാടി ആരുടെ കൂടെ കൂടി. പിന്നെ അതിനുശേഷം ഇപ്പോൾ വലിയ വാർത്ത വന്നിട്ടില്ല. അതുകൊണ്ടിപ്പോൾ എവിടെ കൂടണമെന്നൊരു നിശ്ചയമില്ല. നമ്മളിങ്ങനെ നിൽക്കുക. എവിടെ കൂടണമെന്ന് പറയുമ്പോൾ പ്രസംഗം തീരും. കൂടാൻ തയ്യാറാക്കിക്കോ നാട്ടുകാർ. ഈ 14,000 മെയിൻ യുദ്ധങ്ങളും
വേറെ യുദ്ധം നടന്നിട്ടുണ്ട്. 10 വർഷവും 6 മാസവും യുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധം മറന്നിട്ടില്ല. ഒന്നാം ലോകം ഒക്കെ ഉണ്ട്. 371 കോടി ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. ഇപ്പം നടക്കുന്ന ഈ യുദ്ധം, ഇനി ലോകത്തിൽ നടക്കാൻ പോകുന്നത് 3 യുദ്ധങ്ങളാണ്. നാട്ടുകാരോടാണ് കേട്ടോ, ഉറങ്ങണ്ട. 1 മൂന്നാം ലോക മഹായുദ്ധം നമുക്കുണ്ട് കേട്ടോ. 2 ഹർമഗദ്ദോൻ യുദ്ധം. 3 ഗോഗ് മാഗോഗ് യുദ്ധം. ഈ 3 യുദ്ധങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 3 യുദ്ധത്തിലും ഗോഗ് എന്ന പേരുണ്ട്. ഗോഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എഗസ്കേൽ 32 രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗേ. രോഷ് RUSH, റൂസ്, റൂഷ്, റൂസ് ലാൻഡ് എന്താണ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ രാജ്യങ്ങൾക്കെല്ലാം ഒരു മാതൃപേരുണ്ട്. ഇന്ത്യയുടെ പൈതൃകമായ പേരെന്തോന്നാ? ഭാരതം. ശ്രീലങ്കയ്ക്ക് സിലോൺ, ജർമ്മനിക്ക് ദിസ്കലാൻഡ് പോലെ ഇവരുടെ പഴയ പേരാണ് റൂസ് ലാൻഡ്. 2ാം ലോക മഹായുദ്ധകാലത്ത് റൂസോ ജപ്പാൻ സംഘടന വന്ന. അപ്പോൾ റൂഷ് എന്താണ്? രോഷ്, മേശക്, മേശക്കാണ് മോസ്കോ, തൂബൽ സ്കൗ. ഇതിൻ്റെ എല്ലാം ദേശത്തിൻ്റെ അധിപതിയായ ഗോഗെ എന്ന് പറഞ്ഞാൽ റഷ്യ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ റഷ്യയും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം നടക്കണമെന്നാണ് എഗസ്കേൽ പ്രവചനം 38-39 അധ്യായം വെച്ചോണ്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. അങ്ങനെ വന്നാൽ 6ാമത്തെ വാക്യത്തിലാണ് മതിൽ ഇല്ലാത്ത പട്ടണത്തിലേക്ക് വരുന്നു പറഞ്ഞാൽ ലോകത്തിൽ AD 70 72 രാജ്യങ്ങളിലേക്കും AD 135 ഹാദ്രിയൻ കൈസറിൻ്റെ കാലഘട്ടത്തിൽ നിരവധി രാജ്യങ്ങളിലേക്കും ചെതറിപ്പോയ രാജ്യവും നാടും നഷ്ടപ്പെട്ടവരാണ് ഇസ്രായേൽ. അവർ മടങ്ങി വന്നതിലൂടെ മതിൽ ഇല്ലാത്ത പട്ടണം ഇവരാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ റഷ്യയും ഇസ്രായേലും തമ്മിൽ നടക്കാൻ പോകുന്നതാണ് 3ാം ലോക മഹായുദ്ധം. ഓക്കെ, അപ്പം ആ യുദ്ധത്തിലേക്ക് നമ്മൾക്കൊന്ന് വരാം. അതിപ്പോൾ ഇവിടെ ഈ യുദ്ധത്തിൽ ആരുണ്ട്? ഓൾറെഡി റഷ്യയുണ്ട്. ഇപ്പുറത്ത് ആരില്ല? ഇസ്രായേലില്ല. ഇങ്ങനെ ഇസ്രായേൽ രംഗത്ത് വരാതെ ഇത് റഷ്യയും ഉക്രൈനും മാത്രമുള്ള യുദ്ധമായി അങ്ങ് തീർന്നു പോവുകയാണെങ്കിൽ ഈ ആയിരക്കണക്കിന് യുദ്ധങ്ങളുടെ കൂട്ടത്തിൽ അത് പെടുത്താം. 371 കോടി ആളുകൾ മരിച്ച കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ കൂട്ടാം, അതങ്ങനെ സമാപിക്കും. അതങ്ങനെ അല്ല എങ്കിൽ ഇപ്പോൾ അവിടെ നാറ്റോ ശക്തികളുടെ പ്രതിനിധികൾ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ പ്രബലമായി ഒരു കക്ഷി രൂപപ്പെട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന് അമേരിക്ക എങ്ങാനും അവിടെ വന്ന് ചാടിയാൽ ഒരു സംശയവും വേണ്ട, അമേരിക്കയെ വലിയ സാത്താൻ എന്നും ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്നും വിളിക്കുന്ന കുറേ രാജ്യങ്ങളൊക്കെ ലോകത്തിലുണ്ട്. ആ തക്കം നോക്കി അമേരിക്ക അപ്പുറത്ത് സെലസ്കിയെ സഹായിക്കുന്ന തക്കം നോക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ 2 രാജ്യങ്ങൾ പദ്ധതിയിടും. അത് ഉറപ്പാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ. അങ്ങനെ ആക്രമിച്ചു വന്നാൽ ഒരു സംശയവും വേണ്ട, യുദ്ധത്തിൻ്റെ മറുവശത്ത് ഇസ്രായേൽ എന്ന രാജ്യം വന്നിരിക്കും. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം മറുവശത്ത് വരികയും ഇപ്പുറത്ത് റഷ്യ വരികയും ചെയ്താൽ ബൈബിൾ പറയുന്ന 3ാം ലോക മഹായുദ്ധമായിരിക്കും അത്. ആ 3ാം ലോക മഹായുദ്ധമാണ് പറഞ്ഞ ഭൂതലത്തിൽ എങ്ങും വരാൻ പോകുന്ന ഒരു വലിയ പരീക്ഷാകാലം. അത് കോവിഡ് ആകട്ടെ, ലോകമഹായുദ്ധമാകട്ടെ, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമാകട്ടെ, അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി കയറി വരുന്ന 10 രാജ്യങ്ങൾ അംഗീകരിക്കത്തക്ക നിലയിൽ 10 വിധ പ്രകടന പത്രികയുമായി വരുന്ന ഒരാളാണ് എതിർ ക്രിസ്തു, അല്ലെങ്കിൽ ആൻറ്റി ക്രിസ്റ്റോസ് എന്ന വാക്കിൽ നിന്ന് വന്ന അന്തിക്രിസ്തു. നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പദം ബൈബിളിലില്ല. എതിർ ക്രിസ്തു യോഹൻ ലേഖനം 5 പ്രാവശ്യമുണ്ട്. അവൻ കൊണ്ടുവരുന്ന 10 കാര്യപരിപാടി: 1 ഏകലോക ഗവൺമെൻറ്, ഏകലോക കറൻസി, ഏകലോക ലീഡർ, ഏകലോക ബൈബിൾ, ഏകലോക പൗരത്വം, ഏകലോക ഭാഷ, ഇങ്ങനെയുള്ളതെല്ലാം കൊണ്ടുവരും. ഇതൊക്കെ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 കൊല്ലങ്ങൾക്ക് മുൻപാണ് ദുബായിൽ വെച്ച് പോപ്പിൻ്റെയും അമൃതാനന്ദമയുടെയൊക്കെ അധ്യക്ഷതയിൽ സർവ്വലോക മതസമ്മേളനം നടന്നു കഴിഞ്ഞു. യൂറോ എന്നാണ് ഡോളറിനെ പിന്തള്ളി യൂറോ രംഗത്ത് വന്നു. അതിനെ മറികടന്ന ചൈന ഡിജിറ്റൽ കറൻസി രംഗത്തിറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞു. 18 രാജ്യങ്ങൾ ചേർന്ന് ഒരു നേതാവിനെ വേണമെന്ന് UK മുൻ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് എന്ന ഭാഷ ലോകത്തിൽ എല്ലാവർക്കും സംസാരിക്കുന്ന ഭാഷയായി അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒരു മുദ്ര ലോകത്തിലേക്ക് വരുമെന്നുള്ളതിന് സകല തെളിവുകളും ചിപ്പടക്കവിടെ രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകലോക ബൈബിൾ
നമ്മുടെ ബൈബിൾ മാത്രം മാറ്റിവെച്ച് മറ്റ് മതഗ്രന്ഥങ്ങൾ ചേർത്തൊരു ബൈബിൾ ലോകം തയ്യാറാക്കി കഴിഞ്ഞു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ 10 പ്രകടന പത്രികയിൽ എല്ലാം ഏതാണ്ട് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി 2 വശത്തേക്ക് നോക്കുക. ഒരു വശത്ത് നോക്കുമ്പോൾ 3-ാം ലോകമഹായുദ്ധത്തിന് ശംഖുനി മുഴക്കിക്കൊണ്ട് പോർമുഖത്തേക്ക് ഇരമ്പിയെത്തുന്ന ഇസ്രായേലിനെയും റഷ്യയെയും കാണുവാൻ കഴിയുന്നുണ്ട്. മറുവശത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ പരിഹാരകനായി സൂത്രത്തിൽ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ വരുന്ന എതിർ ക്രിസ്തുവിനെ സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവൻ കയറി വരും മുൻപ്, ഇത് ആരംഭിച്ചതിന് ശേഷം, 3-ാം ലോകമഹായുദ്ധം ആരംഭിച്ച ശേഷം ഇവൻ കയറി വരും മുൻപ് ഒരു കാര്യം ഇവിടെ സംഭവിക്കണം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇടത്തു ഭാഗത്തേക്കല്ല നോക്കുന്നത്, വലത്തു ഭാഗത്തേക്കല്ല നോക്കുന്നത്. നമ്മൾ ആരുടെയും കൂടെയല്ല. ഈ രണ്ടിനും നടുക്കൊരു കാര്യം നടക്കണം. ദൈവത്തിന്റെ സഭയെ ഇവന്റെ കീഴെ ചവിട്ടാൻ ഇട്ടുകൊടുക്കാതെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരികയും ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും. ആ അനുഗ്രഹിക്കപ്പെട്ട സംഭവമാണ് അടുത്ത നൂറ്റാണ്ടിൽ, അടുത്ത കാലങ്ങളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഒന്ന് എഴുന്നേറ്റ് പ്രസംഗം തീരുക. ലോത്തിന്റെ കൈക്ക് ആര് പിടിച്ചു? ദൂതന്മാർ പിടിച്ചു. അയ്യോ, എഴുന്നേക്കാൻ എന്ത് ഉത്സാഹം! എന്നാ അവിടെ ഇരിക്കുക, 1 മണിക്കൂർ കൊണ്ടും പ്രസംഗിക്കാം. ലോത്തിന്റെ കൈക്ക് ആര് പിടിച്ചു? ഈ എഴുന്നേക്കാൻ പറയുമ്പം കുറേ സംഭവം ഉണ്ട് കേട്ടോ. എന്നറിയാം, 1, ചിലരുടെ ഭാര്യയെ നോക്കും, എന്നെ ഇട്ടേച്ച് പോയോ എന്നറിയാൻ. ഈ പ്രായത്തിൽ എവിടെ ഇട്ടേച്ചു? അവിടെ ഒക്കെ ഉണ്ട്. താക്കോലും തപ്പരുത് കേട്ടോ. യോഗത്തിൻ്റെ ക്ലൈമാക്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൃപ നഷ്ടപ്പെടുത്തരുത്, ശ്രദ്ധിച്ചോളൂ. ലോത്തിന്റെ കൈക്ക് പിടിക്കാൻ എന്താ കാരണം? സോദോം ഗൊമോറയിൽ നിന്ന് 1, ഞങ്ങളുടെ പണ്ടത്തെ ഉപദേശമാര് പ്രസംഗിക്ക് ദൂതായിട്ട് 1, സമയം കുറവാണ്. 2, ഓടിയാൽ രക്ഷ ഉറപ്പാണ്. 3, ഇതല്ലാതെ വേറെ മാർഗമില്ല. 4, ഇത് മാറ്റാനാകാത്ത ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചെങ്ങന്നൂർ പെണ്ണിക്കര ദേശനിവാസികളെ, ആരിവിടെ ഉറച്ചു നിന്നാലും ദാ വരുന്ന അടുത്ത വകഭേദം വരാൻ പോവുകയാണ്. ഈ ഭൂതലത്തിലെങ്ങും വരാൻ പോകുന്ന പരീക്ഷാകാലത്തിൽ നിന്നും നിങ്ങളെ കാത്തു പരിപാലിക്കുവാൻ പിളർക്കപ്പെട്ട ഒരു പാറയായി 2000 വർഷം മുൻപ് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നിട്ടുണ്ട്. ശരണത്തിനായി ഓടിയൊരുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, ഇത് നാശപട്ടണമാണ്, ഇത് അധിക നാൾ ഇവിടെ ഉണ്ടാവുകയില്ല. സമയം വളരെ കുറവാണ്. ഓടിയാൽ രക്ഷ ഉറപ്പാണ്. ഈ പദ്ധതി അല്ലാതെ വേറെ പദ്ധതിയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിന്റെ മുമ്പിൽ 2 കണ്ണുമടച്ചിട്ട് ആ കൈകൾ നെഞ്ചത്തോടൊന്ന് ചേർത്ത് പിടിക്കുവാൻ എത്ര പേരുണ്ട്? അച്ഛാ, കഞ്ഞി കുടിച്ചിട്ടുണ്ടാകും, കുടിച്ചിട്ടുണ്ടാവില്ല. വീടിന്റെ കോലായിലുണ്ടെങ്കിൽ, ലൈറ്റ് പോലും ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈയൊന്ന് നെഞ്ചത്തോട്ട് വെച്ച്, കിടക്കുന്ന കട്ടിലാണെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കൈയൊന്ന് നെഞ്ചത്ത് വെച്ചിട്ട് പറ, കർത്താവേ, ഈ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകം ഇളകിയാടുമ്പോൾ ഇളകാത്ത ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യേശു വരാൻ പോവുകയാണെങ്കിൽ നീ ഒരുക്കുന്ന രാജ്യത്തിൽ എന്നെയും കൂടെ പ്രവേശിക്കേണ്ടതിന് എന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നെ നിന്റെ മകനും മകളുമാക്കി തീർക്കണമേ എന്നാര് പ്രാർത്ഥിക്കും? സ്വർഗീയ പിതാവേ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. പ്രസംഗിക്കുന്ന ഞങ്ങളെയും രാജ്യത്തിൽ ചേർക്കണമേ, ശ്രോതാക്കളെ ചേർക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. യേശുവിന്റെ കുരിശിന്റെ ചൂട്ടിലേക്ക് ഞങ്ങൾ വരുന്നു കർത്താവേ. വരാൻ പോകുന്ന ദുരന്തങ്ങൾ വഴിമാറി പോകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ ഒരുമിച്ച് കാണാൻ ഞങ്ങളെ സഹായിക്കണമേ, വരവിനായിട്ട് ഒരുക്കണമേ. മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ ജീവിക്കുവാൻ സഹായിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ മുന്നറിയിപ്പുകൾ സ്വീകരിച്ച് യേശു വരുമ്പോൾ അവനോടൊപ്പം വാഴുമെന്ന പ്രത്യാശയുള്ളവർ ഈ പാട്ടിന് അലങ്കാരമായി കൈകളൊന്ന് ചേർത്തടിച്ച് 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 ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.